ശ്രീമാത്രേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. അയ്യപ്പ തത്വ രഹസ്യങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് 5-ാമത്തെ തത്വത്തിലേക്ക് കടക്കുകയാണ്. 4 തത്വങ്ങൾ, 4 പടികൾ നമ്മൾ കടന്നു കഴിഞ്ഞു. 18 പടി കഴിയുമ്പോഴത്തേക്കും ഈ പൂർണ്ണമായിരിക്കുന്ന അയ്യപ്പ തത്വം ഗ്രഹിച്ച് ആ ജീവാത്മാവ് ആകുന്ന നമ്മൾ ഓരോരുത്തരും പരമാത്മ സങ്കല്പത്തിലേക്ക് ലയിക്കുക. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് 5-ാമത്തെ തത്വം എന്താണെന്ന് നോക്കാം. പൂങ്കാവനവും പമ്പാ തീർത്ഥവും. അതാണ് 5-ാമത്തെ തത്വം. കാരണം ഓരോന്നും വളരെ വിശേഷപ്പെട്ടതാണ് ശബരീശന്റെ. അതുകൊണ്ട് നമ്മൾ ഓരോന്നും വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നാളെ നമ്മുടെ വരും തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്ത് തീർച്ചയായിട്ടും അയ്യപ്പന്റെ ശക്തി എന്താണ്, അയ്യപ്പൻ ആരാണ്, ആ ഇരുമുടി കെട്ട് താങ്ങി ശബരിമല ദർശനം കൊണ്ട് നമ്മൾ എന്താണ് നേടുന്നതെന്ന് നമ്മുടെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അനിതര സാധാരണമായ പല പൊരുത്തങ്ങൾ ഒത്തുചേരുന്നതാണ് ശബരിമല. അതുതന്നെയാണ് ശബരിമലയെ ഇതര തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ഭിന്നമാക്കുന്നത്. അതിൽ പ്രമുഖമാണ് ശബരിമലയെ ആവരണം ചെയ്തിരിക്കുന്ന ഗഹനമായിരിക്കുന്ന കാടും പുണ്യപ്രവാഹമായിരിക്കുന്ന പമ്പാ നദിയും. പമ്പാ നദി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് മലയാളിയുടെ ഉള്ളിലും ശബരിമല എന്നുള്ള ഒരു തത്വം, ശബരിമല എന്നുള്ള ഒരു ചിന്ത ഉണർന്നു വരും. ഇപ്പൊ ജലസ്രോതസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജലസ്രോതസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നദി അല്ലെങ്കിൽ തടാകം അല്ലെ, ആരണ്യ സാമീപ്യം, കാടോ വനമോ അടുത്തുണ്ടായിരിക്കുക, ഏകാന്തമായിരിക്കുന്ന സ്ഥലം, സ്വച്ഛവായു, ഗിരികന്ധരാദികൾ അതായത് മലയും ഗുഹകളും, ഇങ്ങനെ 5 ലക്ഷണങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നമ്മൾ സാധാരണഗതിയിൽ തപോഭൂമി എന്ന് ലക്ഷണശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ ഭൂമിയിലെ വിശുദ്ധ തീർത്ഥത്തിന്റെ അംഗീകാരമുള്ള സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടത് 7 എണ്ണമാണ്. യഥാക്രമം സ്വയംഭൂ ലിംഗഭൂമി അല്ലെങ്കിൽ ജ്യോതിർലിംഗഭൂമി, സ്വയം ഉണ്ടായതോ ശിവന്റെ ജ്യോതിർലിംഗങ്ങൾ ഉള്ളതോ ആയിട്ടുള്ള സ്ഥലം. യാഗഭൂമി, അതായത് മഹായാഗങ്ങൾ നടന്ന സ്ഥലം. ബലിഭൂമി, മഹായുദ്ധങ്ങള് ബലിദാനവും നടന്ന സ്ഥലം. യോഗഭൂമി, ദിവ്യന്മാരായിരിക്കുന്ന യോഗിമാര് നിവസിച്ചിരുന്ന യോഗവിദ്യ നടന്നതോ ആയിട്ടുള്ള സ്ഥലം. തപോഭൂമി, ഋഷിമാർ തപസ് ചെയ്തിരുന്ന സ്ഥലം. ദേവഭൂമി, ദേവന്മാർ അവതരിച്ചതോ അവരാൽ പ്രദാനം ചെയ്യപ്പെട്ടതോ ഈശ്വര ആരാധനകൾ നടന്നതോ ആയിട്ടുള്ള സ്ഥലം. സംഗമഭൂമി, ജലം, നദി, സമുദ്രം തുടങ്ങിയവ സംഗമിക്കുന്ന സ്ഥലം. ഇങ്ങനെയാണ് 7 ഭൂമികൾ സാധാരണ പറയാറുള്ളത്. 7-ൽ ഏതായാലും ഏത് തീർത്ഥ ഏത് ഈ 7-ല് ഏതായാലും അത് തീർത്ഥഭൂമിയാണ്. അവിടെ ചെല്ലുന്നത് കൊണ്ട്, നമുക്ക് ദർശനം നടത്തുന്നതുകൊണ്ട്, അവിടെ വസിക്കുന്നത് കൊണ്ട് ഒരു ജീവാത്മാവിന് പാപക്ഷയവും കോടി പുണ്യലാഭവും ഉണ്ടാകുന്നു. അപ്പൊ ഇത്തരം ഭൂമികളിൽ ഈശ്വരന്റെ ചൈതന്യ അംശങ്ങൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ കാരണം. ഇത് സൃഷ്ടിയുടെ ഒരു പ്രത്യേകതയാണ്. മരങ്ങളിൽ ചന്ദനവും, മലങ്ങളിൽ കസ്തൂരിയും, മനുഷ്യരിൽ ജ്ഞാനിയും, മൃഗങ്ങളിൽ ഗോവും, നദികളിൽ ഗംഗയും, കല്ലുകളിൽ വൈരവും ഇത്തരം പുണ്യപ്രഭാവത്താൽ തങ്ങളുടെ വ്യക്തിത്വത്തെ വേറിട്ട് പ്രദർശിപ്പിക്കുന്ന നമുക്ക് കാണാം. അതുപോലെ ഭൂമികളിൽ തീർത്ഥഭൂമി ഈശ്വര ചൈതന്യത്തെ കൂടുതൽ സ്ഫുരിപ്പിക്കുന്നതാണ്. ഇപ്പൊ തീർത്ഥലക്ഷണം എന്തിനാണ് ഇത്രയും വിശദീകരിച്ചതെന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം ശബരിമലയിലെ തീർത്ഥലക്ഷണത്തിന്റെ പൂർണ്ണത കാണിക്കാൻ തന്നെയാണ്. ഒരു തീർത്ഥസ്ഥാനത്തിന് വേണ്ടതായിട്ടുള്ള യോഗ്യതയും തപോഭൂമിയുടെ മുഴുവൻ ലക്ഷണവും ശബരിമലയിൽ ഇഴുകി ചേർന്നിട്ടുണ്ട്. ശബരിമല നിരകളും ആ ഒരു ഘനഗംഭീരമായിരിക്കുന്ന വനങ്ങളും ആ ഒരു നിഷ്കളമായിരിക്കുന്ന പ്രവാഹമായിരിക്കുന്ന പമ്പയും ചേർന്നൊരുക്കുന്ന ആധ്യാത്മിക അനുഭൂതി, ഗംഗ യമുന സരസ്വതി രൂപമാർന്ന ത്രിവേണി സംഗമത്തിന്റെ പ്രതീകം തന്നെയാണ്. ഒരു തീർത്ഥക്ഷേത്രം ഒരു മനുഷ്യന് എന്താണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. ഇത് 3 സിദ്ധികളാണ് മനുഷ്യനെ സംബന്ധിച്ച്. ഇതാണ് ശരിക്കും ഒരു തീർത്ഥത്തിന്റെ മുഖ്യ ലാഭം എന്ന് പറയുന്നത്. തീർത്ഥം എന്ന വാക്കിൽ തന്നെയുള്ള ആദ്യത്തെ തകാരം ഭക്തിയെ കുറിക്കുന്നതാണ്. പിന്നീടുള്ള രകാരം വൈരാഗ്യത്തെ കുറിക്കുന്നു. അവസാനത്തെ ഇത്ഥ എന്ന് പറയുന്ന ശബ്ദം ആത്മാവിന്റെ ഉത്ഥാന രൂപമായിരിക്കുന്ന ജ്ഞാനത്തെ കുറിക്കുന്നു. അയ്യപ്പ സങ്കല്പവുമായി ബന്ധപ്പെട്ട നമ്മുടെ ശബരിമല പുണ്യതീർത്ഥത്തിൽ ഈ 3 ഉപലബ്ധമാണ്. അത് മാത്രമല്ല, ഇവിടെ മാത്രമേ അത് ഉപലബ്ധമാകുന്നുള്ളൂ എന്ന് തന്നെ പറയണം. ഇന്ന് ഏതൊരു ബാലന് പോലും പറയാൻ കഴിയുന്ന തരം പരിവേഷമാണ് അവിടെ ഉള്ളത്. പൂങ്കാവനവും പമ്പാതീർത്ഥവും മലകളും സൃഷ്ടിക്കുന്നത്. ഏതൊരാൾക്കും ഈശ്വര പ്രാപ്തിക്കും ആധ്യാത്മികമായ ഉണർവും ഉണ്ടാകുന്നത് ആദ്യം വേണ്ടത് ഭക്തിയാണ്, അല്ലെ?
ഇപ്പൊ ഭക്തി അങ്കുരിക്കാതെ ഒരിക്കലും ജ്ഞാനമോ വിരക്തിയോ ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഭക്തി അടിത്തറയാണ്. അതില്ലാതെ ജ്ഞാനവൈരാഗ്യ രൂപമാർന്ന ഒരു ഭിത്തിയും മേൽക്കൂരയും ഒരിക്കലും സ്ഥിതി ചെയ്യില്ല. അപ്പൊ ഭക്തി എന്നാൽ ജലം പോലെ നിർമ്മലമാണ്. ശബരിമല തീർത്ഥാടകനെ വാരിപ്പുണരുന്ന പമ്പാ സ്രോതസ് ഭക്തിയോഗത്തിന്റെ പ്രതീകം തന്നെയാണ്. നദി അനർഗളമായി പ്രവഹിക്കുന്നു, അത് സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു. ഭക്തിയും ഇതുപോലെ അനർഗളമായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഈശ്വരനാകുന്ന സമുദ്രത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. പുണ്യതീർത്ഥമായ പമ്പയിൽ സ്നാനം ചെയ്യുന്നതോടുകൂടി ഒരുവന് ഭക്തി യോഗത്തിന്റെ ബാലപാഠങ്ങൾ നാം അറിഞ്ഞു തുടങ്ങുന്നു. പിന്നീട് ഗഹനമായ വനയാത്രയാണ്. അയ്യപ്പന്റെ പൂങ്കാവനത്തിലൂടെയുള്ള യാത്ര. കടുവ, പുലി, കരടി തുടങ്ങിയ ഹിംസ്ര മൃഗങ്ങൾ ധാരാളമുണ്ട് കാട്ടില്. ജീവന്റെ രക്ഷ, ശരീരത്തിന്റെ നിലനിൽപ്പ് ഇവ തകർന്നടിയാൻ ഒരു ക്ഷണം മാത്രം മതി. യാത്രാപാതകൾ സുഗമമല്ല. കാടിന്റെ ഗംഭീര നിശബ്ദത, ഇരുള്, കുളിര് ഒരു ശബരിമല തീർത്ഥാടനയിൽ ഉണർത്തുന്നത് എന്ത് അനുഭൂതിയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ പേരാണ് വിരക്തി അഥവാ വൈരാഗ്യം. ഞാനെന്നും എൻ്റെ ജീവിതം എന്നുള്ള ആ ഒരു നൈമിഷികമായിട്ടുള്ള തോന്നല്, അത് തോന്നുമ്പോൾ മനുഷ്യന് അല്പസുഖങ്ങൾ മുതൽ വലിയ നേട്ടങ്ങളോട് വരെ വളരെ എന്താ പറയാ ആഭിമുഖ്യമുണ്ടാവും. അത് ഇല്ലാതായി ആ അസ്വീകാര്യത അഥവാ ത്യാഗ മനോഭാവം അല്ലെങ്കിൽ വെറുപ്പ്, ഇതിനെയാണ് നമ്മൾ വിരക്തി എന്ന യോഗഭാവം. അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ അതിന്റെ യഥാർത്ഥ രൂപത്തെ അനുസന്ധാനം ചെയ്യുന്ന ആരിലും ഈ വിരക്തി ഉണർത്തുവാൻ വളരെ എളുപ്പം കഴിയുമെന്നുള്ള വസ്തുത ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ജ്ഞാനഭാവം. അത് ഉണരുന്നത് മലകയറ്റത്തിന്റെ കാഠിന്യതയിലാണ്. ഉയരത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന കിതപ്പ്, സംഘർഷം, ആയാസം, വിശപ്പ്, ദാഹം, ക്ഷീണം, മടി ഇവയെല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോൾ വളരെ ഔന്നത്യത്തിൽ ഉള്ള സത്യത്തെ നേടുവാൻ അഥവാ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ അല്ലെങ്കിൽ അതിനോടൊപ്പം പോരാൻ ചേർന്ന് നിൽക്കാൻ ഉണ്ടാകുന്ന ക്ലിഷ്ടത എത്ര മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും. അതിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് സ്വന്തം ശരീരമാണെന്നുള്ള സത്യമാണ് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത്. അതായത് ശരീരമാണ് മലകയറ്റത്തിന് വിഘാതമായ രീതിയിൽ നമുക്ക് ക്ഷീണം ഉണ്ടാക്കുന്നത്, അല്ലെ? ഈ ക്ഷീണവും കഷ്ടതയെല്ലാം ഉണ്ടാക്കുന്ന അതാണ്. അതുപോലെ ഈശ്വരപ്രാപ്തിയാകുന്ന കുന്നു കയറാനും ശരീരബോധമാണ് പ്രധാന തടസ്സമെന്ന് നമ്മൾ തിരിച്ചറിയും. ഒപ്പം ഭക്തിയില്ലായ്മയും ധർമ്മരാഹിത്യതയും വിരക്തിയില്ലായ്മയും അതിന് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മലകയറ്റവും യോഗസാധനയും ഒരുപോലെ ശരീരം എന്ന ഘടകത്തിന്റെ വഴങ്ങായിക നിമിത്തം ക്ലേശകരമായി തീരുകയും ചെയ്യും. എന്നാൽ അതേ ശരീരം കൊണ്ട് തന്നെയാണല്ലോ ഒരാൾ ആ മല കയറി തീർത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതും. അതുപോലെ ദേഹബോധം വെച്ചുകൊണ്ട് തന്നെ ഏറെ ക്ലേശിക്കപ്പെട്ടാലും ഒരാൾക്ക് ഈശ്വരാനുഭൂതി കൈവരുത്താൻ കഴിയും. ഇതൊക്കെ ശബരീശ തീർത്ഥത്തിൽ നിന്നും കിട്ടുന്ന ചില ജ്ഞാനപാഠങ്ങൾ തന്നെയാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പമ്പാ തീർത്ഥം ഭക്തി സ്വരൂപവും പൂങ്കാവനം വൈരാഗ്യ സ്വരൂപവും മലനിരകളെല്ലാം ജ്ഞാന ജനകങ്ങളുമാണെന്ന് നമുക്ക് മറ തീർന്ന് പ്രഖ്യാപിക്കാൻ കഴിയും. ഈ അലൗകികമായ അന്തരീക്ഷത്തെയും പരിവേഷത്തെയും നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സുഖകരമായ അയ്യപ്പ ദർശന യാത്രയാണ് ഇന്ന് നമ്മൾ കാണുന്നത്, ഇല്ലേ? അപ്പോ ആ ഒരു അയ്യപ്പ ദർശന യാത്രയ്ക്ക് പോകുന്ന ഓരോരുത്തരും ശബരിമലയ്ക്ക് തീർത്ഥം എന്ന ആ ഒരു ലക്ഷണയുക്തമായ പദവി നഷ്ടപ്പെടുത്തരുത് എന്നൊരു തോന്നല് അവനവന് ഉള്ളിൽ ഉണ്ടാകണം നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ. അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ പടി കഴിഞ്ഞു, ആറാമത്തെ തത്വത്തിലേക്ക് കയറുകയാണ്. ആറാമത്തെ തത്വം എന്ന് പറയുന്നത് ശബരിമലയും ശബരീശ പീഠവുമാണ്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുണ്ട് ഗിരിയും പീഠവും തന്ത്രശാസ്ത്രത്തിലെ രണ്ട് സംജ്ഞകളാണ്. ഗിരി എന്നാൽ ഉയർന്നതെന്നും പീഠം എന്നാൽ പരന്നതെന്നുമാണ് സാമാന്യ ഭാഷയിൽ നമ്മൾ അർത്ഥം പറയുന്നത്. ഉയർന്നതോ നിവർന്നതോ ആയ എന്തിനേയും പുരുഷ സങ്കല്പത്തിലും പരന്നതോ കുഴിവുള്ളതോ ആയതിനെ പ്രകൃതി സങ്കല്പത്തിലുമാണ് തന്ത്രശാസ്ത്രം നിരൂപിച്ചിട്ടുള്ളത്. പുരുഷനും പ്രകൃതിയും എന്നുള്ള രണ്ട് മഹാശക്തികളിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് യോഗശാസ്ത്രങ്ങൾ പറയുന്നു. അപ്പൊ തന്ത്രശാസ്ത്രം ഈ തത്വങ്ങളെ ശിവമെന്നും ശക്തി എന്നും വിളിക്കുന്നു. വേദാന്തത്തിൽ ഇത് ബ്രഹ്മവും മായയുമാണ്. പുരാണങ്ങളിൽ ഇത് ജഗദീശ്വരനും ജഗദംബികയും. ശ്രീ അയ്യപ്പന്റെ ചരിത്രം ആകെ പരിശോധിച്ചാൽ നമുക്കൊരു വലിയ സത്യം കണ്ടെത്താൻ കഴിയും. നമ്മുടെ ആദിമശാസ്ത്രങ്ങളായ വേദപുരാണങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പ്രപഞ്ച സൃഷ്ടി രഹസ്യങ്ങളുടെ കാരണഹേതുക്കളായ മൂന്ന് ശക്തികൾ ഉണ്ട്. അതിന്റെ അഭൂതപൂർവമായിരിക്കുന്ന സംഗമവും ഇതിലുണ്ട്. ഒന്ന് ശിവൻ,
രണ്ട് വിഷ്ണു, മൂന്ന് ദേവി. ഈ മൂന്ന് പേരാണ് ഈ മഹാശക്തികള്. ശൈവം, വൈഷ്ണവം, ശാക്തം. ഇങ്ങനെ ആധ്യാത്മിക നാമത്തിൽ അവയെ വേർതിരിച്ചെങ്കിലും ഈ മൂന്നെണ്ണത്തിന്റെയും സംഗമമാണ് അയ്യപ്പൻ എന്ന് പറയുന്ന മഹാതത്വം. അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി പാലനത്തിന് അധികാരികളായിട്ടുള്ള മൂന്ന് മഹത്തുക്കള് ശിവനും വിഷ്ണുവും ദേവിയുമാണ്. പ്രകൃതി രൂപിണിയായിരിക്കുന്ന ദേവി പരബ്രഹ്മരൂപിയായിരിക്കുന്ന ശിവനോട് ചേരുമ്പോൾ ലോകത്തിന്റെയും അതിലുള്ള ജീവഗണങ്ങളുടെയും സൃഷ്ടി സംഭവിക്കുന്നു. പ്രകൃതി രൂപിണിയായിരിക്കുന്ന ഈ ദേവി ജഗദീശ്വരനായ വിഷ്ണുവിനോട് ചേരുമ്പോൾ ലോകത്ത് സൃഷ്ടികളുടെ രക്ഷയും വളർച്ചയും നടക്കുന്നു. ശിവനും വിഷ്ണുവും മൂലപ്രകൃതിയായ ഈ ദേവി ലയിച്ചു ചേരുമ്പോൾ പ്രപഞ്ചത്തിന്റെ സംഹാരവും നടക്കുന്നു. അല്ലെ, നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണിത്. ശ്രീ അയ്യപ്പന്റെ ചരിത്രത്തിൽ പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം ഇതിലാണ് അടങ്ങിയിരിക്കുന്നത്. ഈ കഥയിലെ ശിവനും വിഷ്ണുവും തനത് രൂപത്തിലും ദേവിയുടെ ശക്തിയുടെ സാന്നിധ്യത്തെ മായാമോഹിനി എന്ന രൂപത്തിലും നമുക്ക് കാണാം. അപ്പോൾ മൂന്ന് പേരും ഈ കഥയിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് സത്യം. ഈ കഥയിലെ ഭഗവാൻ വിഷ്ണുവിന്റെ അസ്തിത്വം മായാമോഹിനിയുടെ രൂപത്തിലാണ്. അതായത് വിഷ്ണുവും ദേവിയും ഒന്നായി ഭവിച്ചിരിക്കുന്നു. തന്ത്രശാസ്ത്രത്തിൽ മാത്രമല്ല, വിഷ്ണുവും ദേവിയും അമ്മേ നാരായണ, ദേവി നാരായണ. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് നാരായണനും നാരായണിയും രണ്ടല്ല, വിഷ്ണു തന്നെയാണ് ദേവി, ദേവി തന്നെയാണ് വിഷ്ണു. ചുരുക്കത്തിൽ വ്യക്തമായ രൂപത്തിൽ ശിവനും ശക്തിയുമാണ് ഇവിടെ പ്രകടീഭവിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ തന്ത്രശാസ്ത്രത്തില് പുരുഷപരമായിട്ടുള്ളത് ഉയർന്നതും ദേവീപരമായിട്ടുള്ളത് പരന്നതുമായിരിക്കുന്ന പ്രതീകമാണെന്നാണ്, അല്ലെ? അത് തന്നെയാണ് ശബരി ശൃംഗരൂപത്തിൽ കാണപ്പെടുന്നത്. മല ഉയർന്നിരിക്കുന്നു, അത് പുരുഷ സ്വരൂപം, അതായത് ശിവതത്വം. മാത്രമല്ല ശിവനെ ആരാധിക്കാൻ ശിവലിംഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ? ഇപ്പം മലകൾക്ക് ലിംഗാകൃതി ഉണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കണം. ഈ ശബരി ശൃംഗം നിസ്സംശയമായിട്ട് ശിവസ്വരൂപമാണെന്ന് തന്നെ പറയാം. എന്താണ് പീഠം? ഇരിക്കാൻ ഉപയോഗിക്കുന്ന സ്വച്ഛവും അല്പം ഉയർന്നതും ദൃഢവുമായ ഒരു സ്ഥലത്തെയാണ് നമ്മൾ പീഠം എന്ന് പറയുന്നത്, അല്ലെ? ദൈവിക ആരാധനയിൽ ഈശ്വര പ്രതീകങ്ങളെ പ്രതിഷ്ഠിക്കാനുള്ള അഥവാ ഈശ്വര ചൈതന്യത്തെ സങ്കല്പിക്കുമ്പോൾ അവയ്ക്ക് കുടിയിരിക്കാനുള്ള ഇരിപ്പിടങ്ങളെയാണ് നമ്മൾ ആസനം അല്ലെങ്കിൽ പീഠം എന്ന് പറയുന്നത്. നമ്മള് സാധാരണഗതിയിൽ ദേവിയെ ആവാഹിക്കുമ്പോൾ, ഉള്ളിൽ നിന്ന് ആവാഹിക്കുമ്പോൾ ദേവിക്ക് ആദ്യം കൊടുക്കുന്നത് പീഠമാണ്, അല്ലെ? അപ്പൊ താന്ത്രിക യോഗശാസ്ത്രം അനുസരിച്ച് സാധകൻ ഇരിക്കുന്നതും ഇരുന്നു കൊണ്ട് ശക്തിയെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നതും ഈ സാധകൻ നടക്കുന്നതുമായ മുഴുവൻ സ്ഥലത്തെയും, അതെ, മൂന്നിനെയും നമ്മൾ പീഠം എന്ന് പറയാറുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ പീഠം ശക്തി സ്വരൂപം, അതായത് ദേവീ സ്വരൂപം തന്നെയാണെന്ന് കാണാം. അപ്പൊ ദേവിയെ പ്രപഞ്ചത്തിന്റെ ആധാര ശക്തിയായിട്ടാണല്ലോ പറയുന്നത്. എന്തിന്റെയും ആധാര സ്വരൂപം ഈ ഭൂമിയാണ്. ഭൂമി ദേവീ സ്വരൂപിണിയാണ്. നാം എന്തിനെ കുടിയിരുത്തുമ്പോഴും അതിനൊരു അടിത്തറ ആവശ്യമുണ്ട്. ഈ അടിത്തറ എല്ലാത്തിനെയും നമ്മൾ പീഠം എന്നാണ് പറയുന്നത്. അങ്ങനെ നാം നോക്കുകയാണെങ്കിൽ ശ്രീ ശബരീശ്വര പ്രതിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള അടിസ്ഥാനം പീഠരൂപം തന്നെയാണ്. അഥവാ ശബരി ശൃംഗത്തിന് മുകളിലുള്ള ശ്രീ അയ്യപ്പ പൂജാ മണ്ഡലം മുഴുവനും ശബരീശ പീഠം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ശൃംഗരൂപിയായ ശിവന്റെ ശിരസിൽ പീഠരൂപിണിയായിരിക്കുന്ന മായാമോഹിനി ശക്തി പ്രശോഭിക്കുകയാണ്. ഇപ്പൊ ശിവസങ്കല്പത്തിന്റെ ശിവശിരസ് ജഡ അലങ്കൃതമാണ്. മലയും അതിൽ തങ്ങി നിറഞ്ഞ കാടും ശിവജടയെ അനുസ്മരിപ്പിക്കുന്നു. അതുപോലെ പീഠം എന്ന് പറയുകയാണെങ്കിൽ ശിവജടയിൽ ചന്ദ്രക്കലയുണ്ട്. അത് നമുക്ക് പ്രസിദ്ധമാണ്, അല്ലെ? അമൃത സ്വരൂപമായിരിക്കുന്ന ചന്ദ്രകല എന്ന് പറയുന്ന ദേവീഭാവമാണ്. അമ്മയ്ക്ക് അമൃതകല, അല്ലെ? 16ാമത്തെ കല അമൃതകലയായിട്ട് പറയുന്നു. ചുരുക്കത്തിൽ ശിവജടയിൽ ആ ഒരു ശാന്തിയുടെ അമൃതകരണം ഒഴുക്കുന്ന അമ്പിളിക്കലയുടെ സാമ്യതയാണ് ശബരിഗിരിക്കും ശബരീശ പീഠവും പ്രദാനം ചെയ്യുന്നത്. ഇനി മറ്റൊരു അർത്ഥം കൂടി നമുക്ക് നൽകാൻ പറ്റും. ശബരീശ പീഠത്തിന് മുകളിൽ ജ്ഞാനമുദ്ര ധരിച്ച രീതിയിലാണ് ശ്രീ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശിവജടയിൽ ഉത്തുംഗ സ്ഥാനത്ത് ഗംഗാദേവി വസിക്കുന്നുണ്ട്, ഇല്ലേ? ഗംഗ എന്നാൽ എന്താണ്? നമ്മൾ അത് ചിന്തിക്കുകയാണെങ്കിൽ പാപനാശിനിയാണ് ഗംഗ. പാപത്തെ ഇല്ലാതാക്കി പുണ്യകാരിണിയാണ്. സർവോപരി ജ്ഞാനത്തിന്റെ പ്രതീകമാണ് ഗംഗയെന്ന് ശാസ്ത്രങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ജ്ഞാനമുദ്ര ധരിച്ച ശ്രീ അയ്യപ്പൻ കലിയുഗമാകുന്ന പാപാന്ധകാരങ്ങൾക്ക് മുകളിൽ പ്രവഹിക്കുന്ന ജ്ഞാനത്തിന്റെ അനുഗ്രഹ രൂപമാർന്ന ഗംഗാ കാരുണ്യമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ശബരിഗിരിയും ശബരീശ പീഠവും ശ്രീ അയ്യപ്പന്റെ പ്രതിഷ്ഠയും സനാതനമായ മഹാ അദ്വൈത അനുഭൂതിയുടെയും ബ്രഹ്മബോധത്തിന്റെയും മോക്ഷസങ്കല്പത്തിന്റെയും തൊട്ടുണർത്തുന്ന മുദ്രകൾ എന്ന് പറഞ്ഞാൽ പ്രകടീകൃത ഭാവങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്കൊരു കാര്യം ഇതിനകത്ത് പറയേണ്ടിയിരിക്കുന്നത്, ഭക്ത ശബരിയുടെ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ശബരി എന്ന് പറയുന്ന രാമായണ കഥയിലുള്ള ശബരി തന്നെയാണ്. ആ ശബരിയുടെ അനുസ്മരണത്തിനുള്ള ശബരി പീഠത്തിന് വേറൊരു കഥയും വേറൊരു സ്ഥലവും ഉണ്ട്. അത്
ഈ ശബരിമലയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണെന്ന് മാത്രം. അതിപ്പോ ഞാനിവിടെ പറയുന്നില്ല. എങ്കിലും ആ അമ്മയെയും നമ്മൾ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചിന്മുദ്രയും യോഗപട്ടവും. 7ാമത്തെ തത്വമാണിത്. ശില്പശാസ്ത്രമനുസരിച്ച് ബിംബങ്ങളുടെ രൂപകൽപ്പനയിൽ 3 തരത്തിലാണ്. 1 നിൽക്കുന്നവ, 2 കിടക്കുന്നവ, 3 ഇരിക്കുന്നവ. കൂടുതലും നിൽക്കുന്ന രീതിയിലുള്ള ബിംബങ്ങളാണ് നമ്മൾ കാണാറുള്ളത്, അല്ലെ? അതിനുശേഷം ഇരിക്കുന്നവയും വളരെ അപൂർവം മാത്രമായിട്ട് കിടക്കുന്നവയുമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി കിടക്കുന്നതിന് ഉദാഹരണമാണ്. അപ്പൊ ശബരിമല ശ്രീ അയ്യപ്പന്റെ പ്രതിഷ്ഠ ഇരിക്കുന്ന വിഭാഗത്തിൽ വരുമെങ്കിലും, ഇരിക്കുന്നവരുടെ വിഭാഗത്തിൽ വരുമെങ്കിലും ഇന്ന് മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു പ്രത്യേക ശൈലിയാണ് ശ്രീ അയ്യപ്പന്റെ ഇരിപ്പിനുള്ളത്. വാസ്തവത്തിൽ ഈ ശൈലിയെക്കുറിച്ച് ഭിന്നങ്ങളായിട്ടുള്ള പല പരാമർശങ്ങളും വിമർശങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് സമൂഹത്തിൽ പലരും ഇതിനെ പല രീതിയിലാണ് പറയപ്പെടുന്നത്. അത് സ്മരിച്ചുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ആ ഒരു പ്രധാന ചില കാര്യങ്ങൾ തന്ത്രശാസ്ത്ര രീതിയിൽ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. സാധാരണയായിട്ട് പത്മാസനം, സിദ്ധാസനം, വജ്രാസനം, ഗോമുഖം തുടങ്ങിയ രീതിയിലാണ് പ്രതിഷ്ഠാ ബിംബങ്ങളിലൂടെ ദേവതമാരെ പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ അധികം ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത തന്ത്രവിധി പ്രകാരമുള്ള ചില സൂക്ഷ്മ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ക്ഷേത്ര ചൈതന്യത്തിൽ ആവാഹിക്കപ്പെട്ടിരിക്കുന്ന മൂർത്തി സങ്കല്പം ധ്യാനത്തിലോ തപസ്സിലോ അല്ലാതെ ഉണർവിന്റെ ഭാവത്തിലുള്ളതായിരിക്കണം, അല്ലെ? അതിനെ നമ്മൾ വിശ്രാന്തി ഭാവം അഥവാ ജാഗ്രതാ ഭാവം എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ശില്പി ചെയ്തു കൊണ്ടുവരുന്ന ക്ഷേത്രബിംബം കണ്ണടച്ച രീതിയിലുള്ളതാണ്. പിന്നീട് പ്രതിഷ്ഠാരംഭത്തിൽ നേത്ര ഉന്മീലനം, അതായത് കൺ തുറപ്പിക്കൽ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഈ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് നടത്താറുണ്ട്. ആ ചടങ്ങിലൂടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കണ്ണിലെ കൃഷ്ണമണികൾ സ്പർശിച്ച് കണ്ണ് തുറന്നു, അത് സ്വീകരിക്കുന്നു നമ്മള്. അതായത് ഭഗവാൻ ഭക്തനെ ദർശിക്കാനായിട്ടുള്ള നേത്രം തുറപ്പിക്കൽ, അതാണ് ഈ ചടങ്ങ്. അതായത് പ്രതിഷ്ഠാ രൂപത്തിൽ നാം ദർശിക്കുന്ന ഏത് ദേവനും ഭക്തനെ പ്രസാദിക്കാൻ എന്ന രീതിയിലാണ് പ്രതിഷ്ഠിക്കപ്പെടുന്നത്. ധ്യാന തപസാദികളെ ഉപേക്ഷിച്ച് സന്തോഷം വിശ്രമത്തിലോ വിനോദത്തിലോ എന്ന പോലെ കൺ തുറന്ന ഭക്ത സായുജ്യത്തിനായി ആ ഒരു ഇച്ഛാനുസൃതം ആയുധങ്ങള് വരദ അഭയ മുദ്രകളോടുകൂടി കയ്യിലേന്തി എഴുന്നള്ളി ഇരിക്കുന്നു എന്നർത്ഥം. ഇവിടെയാണ് അയ്യപ്പ ബിംബത്തിലേക്ക് വരുമ്പോൾ വലിയൊരു വ്യത്യാസം കാണാവുന്നത്. മറ്റെല്ലാ ദേവതാ ഭാവങ്ങളിലും കാണുന്ന ഇരിപ്പിന്റെ രീതിയിലല്ല അയ്യപ്പനിലുള്ളത്. വാസ്തവത്തിൽ അർത്ഥ ആസന രൂപം അഥവാ യോഗപാദാസനം അഥവാ യോഗാരൂഢ സിദ്ധാസനം എന്നൊക്കെ പറയാവുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ ഇരിപ്പ് മുൻപ് പറഞ്ഞ പോലെയുള്ള വിശ്രാന്തി ഭാവത്തെ കുറിക്കുന്നതല്ല, മറിച്ച് തപസ്സിനെ കുറിക്കുന്നതാണ്. അതായത് മറ്റ് ദേവന്മാരെ പോലെ ജാഗ്രതാ ഭാവത്തിലോ വിശ്രാന്തി ഭാവത്തിലോ വിനോദ ഭാവത്തിലോ അല്ല അയ്യപ്പൻ വിരാജിക്കുന്നത്, മറിച്ച് പൂർണ്ണമായിരിക്കുന്ന തപോവൃത നിഷ്ഠ സ്വാധ്യായ ധ്യാന രൂപത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ ആ ചിത്രങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഭഗവാന്റെ നമുക്ക് നന്നായിട്ട് ഇത് മനസ്സിലാകും. പരമപ്രസിദ്ധമെങ്കിലും അയ്യപ്പന്റെ മുഖമുദ്രയായിരിക്കുന്ന ഈ ഇരിപ്പിനോടൊപ്പം കാലുകളെ ചുറ്റിയിട്ടുള്ള ഒരു വസ്ത്രബന്ധനം അഥവാ യോഗ പട്ടം, അത് എന്തിനാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ധ്യാനസ്ഥനായിട്ട് അല്ലെങ്കിൽ തപോവൃത്തിയിലുള്ള ഒരു യോഗിയുടെ കാലുകൾ വഴുതി പോവുകയില്ല. എന്നാൽ വളരെ രസകരമായ ഒരു രഹസ്യം ഇതിന്റെ പിന്നിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുരുഷനായാലും സ്ത്രീ ആയാലും തങ്ങളുടെ ഇടതോ വലതോ കാലുകൾ മടക്കി വെച്ചാൽ അവിടെ ലൗകികമായ ഒരു അർത്ഥം കൂടെ സ്ഫുരിക്കുന്നുണ്ട്. പുരുഷ രൂപത്തിലുള്ള ദേവൻ ഇടത് തുട മടക്കി വെച്ചതായി കണ്ടാൽ അത് തന്റെ പത്നീഭാവത്തിലുള്ള ദേവിയെ ഇരുത്താനാണെന്ന് പറയാം. അതായത് വാമഭാഗം എന്ന് പറയുന്നത് ഭാര്യയുടെ സ്ഥലമാണ്, പത്നി പുരുഷന്റെ ഇടത് തുടയിലാണ് ഇരിക്കേണ്ടതെന്ന് അർത്ഥം. ശിവപാർവതി സങ്കല്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് കാണിച്ചു തരുന്നുണ്ട്. വലതു തുടയിൽ അത് മകനോ മകൾക്കോ വേണ്ടിയായിരിക്കും വലതു തുട. അപ്പൊ സ്ത്രീ ദേവതയ്ക്കും ഇതേ പൊരുളിൽ തന്നെ വിഗ്രഹ നിർമ്മാണം ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ദേവതാ സങ്കല്പങ്ങളിൽ ഏത് ദേവൻ ഇരിക്കുന്നതായി കാണപ്പെടുന്നുവോ അത് കൂടുതലും സപരിവാര പ്രതിഷ്ഠകളായിരിക്കും. അതായത് ദേവനോടൊപ്പം ദേവന്റെ കുടുംബവും ഉണ്ടാകും എന്നർത്ഥം. കൂടുതലും പത്നിയോടൊപ്പം സന്താനഭാവം കൂടി വരുമ്പോൾ ദേവൻ തീർച്ചയായും വിസ്തൃതമായ മടിത്തട്ടോടെയാണ് പ്രതിഷ്ഠാ സങ്കല്പത്തിൽ വരുന്നത്. ഇവിടെ ശ്രീ അയ്യപ്പനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അയ്യപ്പ സങ്കല്പത്തിന്റെ പ്രാധാന്യത തന്നെ നൈഷ്ഠിക ബ്രഹ്മചര്യം, അതായത് പത്നി സംബന്ധം ഇല്ലായ്മയാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന സത്യമാണ്, അല്ലെ? അങ്ങനെയുള്ളപ്പോൾ അതായത് പത്നിയോ സന്താനമോ തന്നോടൊപ്പം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ പിന്നെ അദ്ദേഹം ഏത് തുടയാണ് മടക്കി വെക്കേണ്ടത്? അതായത് തുട മടക്കി വെച്ച സങ്കല്പം അത് 2 1 ദേവന് കുടുംബ പരിവാരാദികൾ ഉണ്ടെന്നുള്ളത് വ്യക്തമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
അഥവാ ഗാർഹസ്ഥ്യ സംബന്ധമായിരിക്കുന്ന ദേവന്മാർക്ക് തുട മടക്കി വെച്ച രീതിയിൽ, അതായത് ചമ്രപ്പൂട്ടുള്ള ആസന രൂപം ബിംബത്തിന് കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നൈഷ്ഠിക ബ്രഹ്മചാരിയും താപസനും എന്ന നിലയ്ക്ക് അയ്യപ്പ ബിംബത്തിലെ ഇരു കാലുകളും ഇരിക്കുന്നു എന്ന അവസ്ഥയ്ക്ക് ഭംഗം വരാത്തവണ്ണം തന്നെ ലേശം ഉയർത്തി വെക്കുകയും തന്റെ ഇടതുവശമോ വലതുവശമോ ആരാലും ഇതുവരെ പങ്കിട്ടിട്ടില്ല, അതായത് ഞാൻ സമ്പൂർണ്ണ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന അർത്ഥം ധ്വനിപ്പിക്കത്തക്കവണ്ണം തന്നെ ഇരുമുട്ടിനെയും അരക്കെട്ടിനെയും ചേർത്തുകൊണ്ട് കാലുകളെ യോഗപട്ടത്താൽ ബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. കെട്ടിവെച്ചിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് കാണാം. അതായത് കെട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും പകുത്തു കൊടുത്തിട്ടില്ല എന്നർത്ഥം. വാസ്തവത്തിൽ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. മറ്റൊന്നുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് ഒന്നുകൂടി വ്യക്തമാകുന്നത്, കാരണം ഇരിക്കുന്ന ദേവി ദേവന്മാരെല്ലാം തന്നെ സിംഹാസനത്തിലാണ് ആരൂഢരായിട്ടുള്ളത്. എന്നാൽ അയ്യപ്പനാകട്ടെ പീഠത്തിലാണ് ഇരിക്കുന്നത്. കസേരയിൽ ഇരിക്കുന്ന ആളും പാദം ഊന്നിയിരിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കസേരയിൽ ഇരിക്കുന്ന ആളിന്റെ പൃഷ്ഠഭാഗം പൂർണ്ണമായി കസേരയിൽ അമർന്നിരിക്കും. ആ ഇരിപ്പിന് സുഖം എന്നുള്ളത് കൂടുതലാണ്. ഒരു തരത്തിൽ അതൊരു ഭോഗരൂപമാണ്. ആ ഇരിപ്പിടത്തിൽ പാദം ഊന്നിയിരിക്കുന്ന ആൾ സുഖഭാവത്തിൽ അല്ല, യോഗഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അത് വ്യക്തമാണ് അല്ലെ? ഇനി അയ്യപ്പന്റെ ജ്ഞാനമുദ്ര അല്ലെങ്കിൽ ചിന്മുദ്ര പൊരുളിലേക്ക് വരാം. സച്ചിദാനന്ദം എന്ന് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള വാക്കാണ് അല്ലെ? സത്ത്, ചിത്ത്, ആനന്ദം, ഈ 3 വാക്കുകളുടെ സംയോഗത്തെയാണ് നമ്മൾ സച്ചിദാനന്ദം. സത്ത് എന്നാൽ സത്യമായത്, ചിത്ത് എന്നാൽ ചേതനാ സ്വരൂപം, ആനന്ദം എന്നാൽ സുഖശാന്തികളുടെ അനുഭൂതി തരുന്നത്. ഇത് 3നെയാണ് നമ്മൾ സച്ചിദാനന്ദം. ഇത് 3ഉം കൂടിയ വസ്തുവിനെ ആത്മാവെന്ന് വിളിക്കുന്നു. ആത്മാ എന്ന് ഉച്ചരിക്കേണ്ടത് എന്താണ്? ആ എന്ന ശബ്ദം ആനന്ദത്തിന്റെയാണ്. ത എന്നുള്ള ശബ്ദം സത്, ചിത്, ഇതിലെ തകാരം മകാരമാണ് സച്ചിദാനന്ദം. അത് അവസാനിക്കുന്നത്, അതായത് എന്നുള്ള ശബ്ദവുമാണ്. ചുരുക്കത്തില് സത്തും ചിത്തും ആനന്ദവുമായത് ആത്മാവാണ്. ഈ ആത്മാവ് എന്താണ്? ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിയും ആത്മാവിനെ ധാരണം ചെയ്തിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഈ ആത്മാവിന്റെ സത്യത, അതായത് സത്ത് എന്ന ഗുണം കൊണ്ട് ഏത് ജീവനും താനും ലോകം സത്യമാണ് എന്ന് തോന്നിക്കൊണ്ടേയിരിക്കുന്നു. ആ ആത്മാവിന്റെ ചേതനത്വം എന്ന ഗുണം കൊണ്ട് തനിക്ക് ജീവനുണ്ടെന്നും ലോകത്തിന് ചലനമുണ്ടെന്നും തോന്നുന്നു. അപ്പൊ ഈ ആത്മാവിന്റെ ആനന്ദം എന്ന ഗുണം കൊണ്ട് ഓരോ ജീവനും അവന്റെ ഉള്ളിൽ സുഖാനുഭൂതികൾ തോന്നുകയും ലോകത്ത് അതിനനുസരിച്ച് അവന് വേണ്ട സുഖഭോഗങ്ങൾ ഉള്ളതായി കാണപ്പെടുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ നമ്മുടെ എല്ലാം സ്വാഭാവികമായ മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളും നമുക്കുള്ള ആത്മാവിന്റെ ഗുണങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് അങ്ങനെ അനുഭവപ്പെടുന്നത്. ഇതിന് പ്രധാനം എന്താണ്? മഹാമായ തന്നെയാണ് അല്ലെ? അപ്പൊ തീക്ക് പ്രകാശം, ചൂട്, ആകൃതി, ഈ 3 ഗുണങ്ങൾ ഉള്ളതുപോലെ ഏതിന്റെയെങ്കിലും ഒന്നിൽ തീ മറഞ്ഞിരിക്കുകയാണെങ്കിൽ പുറമെ പ്രകാശം കൊണ്ടും ചൂട് കൊണ്ടും നമുക്കതിനെ തിരിച്ചറിയാൻ സാധിക്കും അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ അന്തരംഗത്തിലെ ആത്മാവിന്റെ സ്ഫുരണം മേൽപ്പറഞ്ഞ 3 രീതിയിലും പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അത് ഒരാളും അതിനെ ആത്മാവായിട്ട് തിരിച്ചറിയുന്നില്ല. അതാണ് സത്യം. ഇത് തിരിച്ചറിയുന്ന ഒരാളെയാണ് യോഗി എന്നോ സന്യാസി എന്നോ സ്വാമി എന്നോ ഈശ്വരൻ എന്നോ ഭഗവാൻ എന്നോ ബ്രഹ്മമെന്നോ ഒക്കെ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ തിരിച്ചറിയുന്ന ആളുകൾ ഈ വസ്തുവിന്റെ സ്വരൂപത്തെ വാക്കുകളിലൂടെയോ ചേഷ്ടകളിലൂടെയോ പ്രദർശിപ്പിക്കാൻ എന്തൊക്കെ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നോ അതെല്ലാം പ്രദർശിപ്പിക്കുന്നു. അപ്പൊ ഇതിനെ ആത്മജ്ഞാനമെന്നോ ആത്മബോധമെന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം എന്തെങ്കിലും പ്രദർശിപ്പിക്കാനോ ആശയം വ്യക്തമാക്കാനോ കൈയുടെ ആംഗ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മുദ്ര എന്ന് പറയുന്നത് അല്ലെ? മുദം രാവീതി ഇതി മുദ്ര. അത് കണ്ടോ? അപ്പൊ നമ്മൾ വിരൽ ചൂണ്ടിക്കാണിക്കും അല്ലെ? വേണ്ട എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൈപ്പത്തി വീശി കാണിക്കും. തരൂ എന്ന് പറഞ്ഞാൽ കൈവിരൽ നിവർത്തി പിടിച്ച് കാണിക്കും. ഇതുപോലെ ആത്മാവിന്റെ ഈശ്വരന്റെ വർണ്ണനയ്ക്ക് ശാസ്ത്രീയമായി നിശ്ചയിച്ചിട്ടുള്ള കൈ ആംഗ്യങ്ങളെയാണ് നമ്മൾ മുദ്രകൾ. ദശമുദ്ര സമാരാധ്യ എന്ന് ദേവിക്കൊരു നാമമുണ്ട്. അപ്പൊ ഈശ്വര പൂജയ്ക്കും ആധ്യാത്മിക ഉപദേശങ്ങൾക്കും മുദ്രകൾ വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ ജ്ഞാനമുദ്ര അല്ലെങ്കിൽ ചിന്മുദ്ര എന്ന് പറഞ്ഞാല് വലത് കൈയിലെ കുഞ്ഞു വിരൽ മുതൽ അടുത്തടുത്ത് വരുന്ന 3 വിരലുകളെ യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുകയും ചൂണ്ടുവിരലും തള്ളവിരലും അവയുടെ തുമ്പുകൾ തമ്മിൽ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോഴാണ് ജ്ഞാനമുദ്ര എന്ന മുദ്ര രൂപാന്തരപ്പെടുന്നത്. ശ്രീ അയ്യപ്പന്റെ വലത്തെ തൃക്കരം ഈ മുദ്ര കൊണ്ട് സുശോഭിതമാണ്. സത്ത്, ചിത്ത്, ആനന്ദം എന്ന ആത്മാവിന്റെ 3 ഗുണങ്ങളെ നിവർത്തിപ്പിടിച്ച 3 വിരലുകൾ. നമ്മുടെ കൈപ്പത്തി പരിശോധിച്ചാൽ ചെറുവിരൽ മുതൽ 3 വിരലുകളും ഒന്നിനോടൊന്ന് നീളക്കൂടുതൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ മധ്യമ വിരലിന് ശേഷമുള്ള 2 വിരലുകൾക്ക് നീളം കുറഞ്ഞിരിക്കുന്നത് കാണാം.
ലോകത്തിൽ ഏത് കാര്യവും താഴെ നിന്ന് ഉയർന്ന് മുകളിലെത്തുകയും മുകളിലെത്തിയ ശേഷം പിന്നീട് താഴേക്ക് കുറഞ്ഞു വരികയും ചെയ്യുന്നതാണ് പതിവ്, അല്ലെ? അത് സുഖമാണെങ്കിലും ഭാഗ്യമാണെങ്കിലും നേട്ടമാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇത് തന്നെയാണ് പ്രകൃതി മനുഷ്യനെ പഠിപ്പിക്കാൻ സ്വന്തം കൈവിരലിൽ കാണിച്ചു തന്നിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലാണെങ്കിൽ ആത്മാവിന്റെ ആനന്ദം ഇതുപോലെ ഉയർന്നു നിൽക്കുന്നതിന് ശേഷം കുറയേണ്ടതല്ലേ എന്നൊരു ചോദ്യം വരാം. പക്ഷെ അങ്ങനെ കുറഞ്ഞാൽ അത് നിത്യമായ ആനന്ദമാകില്ല. ആത്മാനുഭവം നിത്യമാണ്. അത് കൈവിരലുകൾ എങ്ങനെ പ്രദർശിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ചൂണ്ടുവിരലും തള്ളവിരലും തമ്മിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. നടുവിരലിന് ശേഷമുള്ള 2 വിരലുകൾ 2 പൊക്കത്തിൽ നിൽക്കുന്നത് കൊണ്ടാണല്ലോ താഴേക്ക് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നത്. എന്നാൽ നീളം കൂടിയതും കുറഞ്ഞതും തമ്മിൽ തുമ്പ് ചേർത്ത് പിടിച്ചാൽ എന്താവും? അപ്പോൾ പൊക്ക വ്യത്യാസം പറയാൻ സാധ്യമല്ല. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നീളം കുറഞ്ഞ ചരടും നീളം കൂടിയ ചരടും തുമ്പ് കൂട്ടിക്കെട്ടിയാൽ രണ്ടും കൂടി ചേർന്ന് എന്താകും? ഒരു ചരടായിട്ട് തീരും, ഇല്ലേ? അപ്പൊ ഒരേ ചരടിന്റെ 2 തുമ്പ് കെട്ടിയാലും ഇതൊരു വൃത്തമായിട്ട് തീരും. 2 രീതിയിൽ പറഞ്ഞ 2 ഭാഗങ്ങൾ ചേർന്ന് അത് ഒന്നായി തീരുന്നു എന്നർത്ഥം. ഇപ്പൊ 2 വിരലുകളും കൂട്ടിച്ചേർത്ത് പിടിക്കുമ്പോഴാണ് സാക്ഷാൽ ചിന്മുദ്ര രൂപാന്തരപ്പെടുന്നത്. കുഞ്ഞു വിരൽ മുതൽ വിരൽ വരെ ക്രമേണ ഉയർന്നു വരുന്ന സച്ചിദാനന്ദ ഭാവം ആനന്ദത്തിൽ നിന്ന് ഒട്ടും താഴേക്കോ മുകളിലേക്കോ പോകുന്നില്ല എന്നും അത് അങ്ങനെ അഭംഗുരം അതായി തന്നെ തുടരുകയെന്നും സൂചിപ്പിക്കാനാണ് ഇത് എന്താ പറയാ ഈ ആവിഷ്കാരം, അതായത് ചിന്മുദ്രയുടെ ആവിഷ്കാരം. വിരലുകൾ കൊണ്ട് സാധ്യമാകുന്നത് ഇത് നമുക്ക് ഒരു മുദ്രയായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ചിന്മുദ്രയുടെ മഹത്വവും ഭംഗിയും വിശുദ്ധിയും എല്ലാം തന്നെ. നമ്മൾ അതിനെ ജ്ഞാനമുദ്ര എന്നും പറയാറുണ്ട്, അല്ലേ? ഇപ്പൊ ചിന്മുദ്ര ധരിച്ചുകൊണ്ട് ശ്രീ അയ്യപ്പൻ തന്റെ ഭക്തജനങ്ങളോട് അരുളി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞാൻ സത്യമാണ്, ചൈതന്യവാനാണ്, ആനന്ദവാനുമാണ്, അല്ലെ? ഞാൻ ആത്മസ്വരൂപമാണ്. ഞാൻ എൻ്റെ ആധ്യാത്മിക ആനന്ദത്തിൽ നിത്യവും ലയിച്ചിരിക്കുകയാണ്. 3 ലോകങ്ങളിലെയും 3 ദോഷങ്ങളിൽ നിന്ന് ഞാൻ ഉയർന്നവനാണ്. എന്നെ അഭിമുഖീകരിച്ച് വരുന്നുവെന്ന് ഞാൻ സ്വരൂപനും ലോകത്തിലെ സമസ്ത ദുഃഖങ്ങളിൽ നിന്ന് മോചനം തരുന്നതുമായ ആത്മജ്ഞാനത്തെയും ആത്മശക്തിയുടെ അനുഗ്രഹത്തെയും അതിലൂടെ ഭൂതം ഭാവി വർത്തമാനം എന്ന 3 കാലങ്ങളിലെയും സുഖ ഐശ്വര്യ ശാന്തികളെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് അദ്ദേഹം നമുക്ക് തരുന്ന ആ ഒരു ദർശനം. ശ്രീ അയ്യപ്പന്റെ മഹാസ്വരൂപങ്ങളായിരിക്കുന്ന ചിന്മുദ്രയും യോഗപട്ടവും ഈ ദേവൻ പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനിയാണ്, അതായത് ബ്രഹ്മസ്വരൂപമാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, യോഗീശ്വരനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ദർശിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ള യോഗ്യതയ്ക്കായി ഭക്തജനങ്ങൾക്ക് വ്രതവും അനുഷ്ഠാനങ്ങളും ബ്രഹ്മചര്യവും ആത്മജ്ഞാനവും ഒരു മണ്ഡല കാലത്തേക്കെങ്കിലും നിഷ്കർഷിച്ചിട്ടുള്ളത്. ഇതില്ലാത്തവര് ശരിക്കും ശബരിമല ചവിട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് പണ്ടത്തെ കാലത്ത് തീരുമാനിച്ചിരുന്നത്. അയ്യപ്പനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ എന്താ വേണം? വേറൊരു അയ്യപ്പൻ ഇല്ല, അല്ലെ? ശബരിമല പീഠത്തിലിരിക്കുന്ന അയ്യപ്പനെ കാണാൻ പോണെങ്കിൽ 41 ദിവസത്തെ കഠിന വ്രതം അന്ന് പണ്ട് മുതലേ നിഷ്കർഷിച്ചിരുന്നാണ്. ഇന്ന് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് 8ാമത്തെ തത്വത്തിലേക്ക് കടക്കാം. അയ്യപ്പന്റെ ബ്രഹ്മചാരിത്വമാണ്. കാരണം നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ഭഗവാനെ പറയുന്നത്, അല്ലെ? ബ്രഹ്മത്തിന് ബ്രഹ്മചാരിത്വം ഉണ്ടോ എന്നൊരു ചോദ്യം സാധാരണ മനുഷ്യർ മുതൽ മഹാജ്ഞാനികളെ വരെ കുഴക്കുന്നതാണ്. ബ്രഹ്മചാരിത്വം എന്ന ആ ഒരു സങ്കല്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ ബ്രഹ്മചര്യം എന്നതിന് അനേക വ്യാഖ്യാനങ്ങൾ ലഭിക്കുമെങ്കിലും ഒറ്റ നോട്ടത്തിൽ എല്ലാവരും ബ്രഹ്മചര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷൻ സ്ത്രീയോടുകൂടി ദാമ്പത്യ രൂപത്തിൽ ബന്ധപ്പെടാത്ത അവസ്ഥയാണ്. സ്ത്രീക്കും ഇതുപോലെ തന്നെ പുരുഷനുമായിട്ട് സംസർഗമില്ലെങ്കിൽ അവളെയും ബ്രഹ്മചാരിണി എന്ന് വിളിക്കാം. ഇവിടെ അളവുകോൽ കൊണ്ട് നാം ഈശ്വരന്മാരെ അളക്കുന്നതും വേർതിരിക്കുന്നതും ആ ഒരു സ്ഥൂലമായിരിക്കുന്ന ബ്രഹ്മചാരിത്വ പ്രശ്നം ഉടലെടുക്കുന്നതും എല്ലാം തന്നെ നമ്മൾ ശരീരബന്ധിയായിട്ട് ചിന്തിക്കുമ്പോഴാണ്. നമ്മുടെ ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങളിൽ 100 കണക്കിന് ദേവീ ദേവന്മാരെ കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശങ്കരൻ, വിഷ്ണു, ഗണപതി തുടങ്ങിയ ഈശ്വരന്മാരെല്ലാവരും ഉണ്ട് നമ്മുടെ സനാതന ധർമ്മത്തിലും. ഇവിടെയാണ് ഭക്തജനങ്ങൾക്ക് കൗതുകകരമായിട്ട് ഒരു വിഷയം വരുന്നത്. ചില ഈശ്വരന്മാർക്ക് പത്നിമാരുണ്ട്, പുത്രന്മാരുണ്ട്, പൗത്രന്മാരുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ മനുഷ്യന് അവന്റെ ദാമ്പത്യ സങ്കല്പം പോലെ ഒരു സങ്കല്പമാണോ എന്ന് വിചാരിക്കാറുണ്ട്, അല്ലെ? ഈശ്വരനും മനുഷ്യനും ഒന്നാണെന്നൊരു തോന്നൽ ഉണ്ടാകുമെങ്കിലും തങ്ങളുടെ ദാമ്പത്യത്തിൽ നിന്ന് ഏറെ ഭിന്നമാണ് അവരുടെ ദാമ്പത്യമെന്ന് ആ അബോധ മനസ്സിലെ ശക്തമായ ഒരു വിശ്വാസം ഉണ്ടും താനും. എന്താണിത്? നമുക്കൊന്ന് നോക്കാം. ഭഗവാൻ ശിവൻ പാർവതി സമേതനായിട്ടിരിക്കുന്നു, അല്ലെ? നാരായണൻ ലക്ഷ്മി സമേതനായിട്ട് വിവരിക്കപ്പെടുന്നുണ്ട്. അതിൽ ഭഗവാൻ ശിവനോ വിഷ്ണുവോ ആ ബ്രഹ്മചാരികളാണെന്ന് പറയാൻ പെട്ടെന്ന് മനസ്സ് വരുന്നില്ല,
കാരണം ശ്രീരാമന് സീത എന്ന പത്നിയും ലവകുശന്മാർ എന്ന 2 സന്താനങ്ങളും ജനിച്ചിട്ടുണ്ട്. എന്നിട്ടും ശ്രീരാമചന്ദ്രൻ തന്നെ പോലെ തന്നെ ഒരു സ്ത്രീയുടെ സാധാരണ ഭർത്താവായിരിക്കുമെന്ന് ഭക്തന്മാർക്ക് തോന്നാറില്ല. എന്താ കാരണം? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാര്യം നമുക്ക് നോക്കാം. അനവധി പത്നിമാരും സന്താനങ്ങളും ഉണ്ടായിട്ടും ശ്രീകൃഷ്ണൻ പരിപൂർണ ബ്രഹ്മചാരിയാണ് എന്ന് ശാസ്ത്രം സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ബ്രഹ്മചര്യം എന്ന നിയമം സകലർക്കും ഏകമായി ബാധിക്കേണ്ടതല്ലെന്നും ഈശ്വരന്മാർ തങ്ങളുടെ ഭക്തരോട് തങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടി ബ്രഹ്മചര്യം കൂടി അത്യാവശ്യമായി പറയുകയും എന്നാൽ പ്രസ്തുത ഈശ്വരന്മാരാകട്ടെ ഗാർഹസ്ഥ്യധർമ്മം പുലർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ ചിലരെങ്കിലും ഈ വൈരുദ്ധ്യം എന്തുകൊണ്ടെന്ന് ചോദിക്കാറുണ്ട്. അല്ലെ, എല്ലാവർക്കും ഈ ചിന്തിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ആധ്യാത്മിക തത്വം ഉപദേശിച്ചു തരുന്നവരും വ്രതനിഷ്ഠരായിട്ടുള്ള മുനിമാർ പോലും ഗൃഹസ്ഥാശ്രമ ജീവിതമാണ് നയിച്ചിട്ടുള്ളത്. നമ്മുടെ ഏത് എന്താ പറയാ ശാസ്ത്രങ്ങളും പുരാണങ്ങളും എടുത്തു നോക്കിയാലും നമുക്കത് കാണാം. അപ്പൊ ബ്രഹ്മചര്യം ഏറ്റവും ശ്രേഷ്ഠമായ തപസ്സും വ്രതവുമാണെന്ന് ഇവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പൊ ഇത് മനുഷ്യർക്ക് മാത്രമേ ബാധകമുള്ളൂ, മനുഷ്യർക്ക് മാത്രമേ ആ ബ്രഹ്മചര്യം ബന്ധനമാകുന്നുള്ളൂ, ഇവ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലാത്ത ആധ്യാത്മിക അന്വേഷികൾ വളരെ കുറവാണ്. അപ്പോ ഇവിടെ ഈ ചോദ്യം വളരെ ഗഹനമാണെങ്കിലും വളരെ നമുക്ക് സരളമായ ചില ഉത്തരങ്ങളെങ്കിലും ഇതിന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കാലഘട്ടത്തിന്റെ വൈചിത്ര്യം കൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ കടന്നുകൂടിയിരിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട ആധ്യാത്മിക മൂല്യങ്ങളാണ് ഈ സംശയത്തിന് കാരണം. അത് മാറിയാൽ നമുക്കിതിന്റെ ആശയം വെളിവാകും. അയ്യപ്പന്റെ ബ്രഹ്മചാരിത്വത്തിന്റെ രഹസ്യം അപ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്കതിലേക്ക് പ്രാചീന കാലത്ത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ 4 ആശ്രമങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് ലോക നിയമമാണ്, എല്ലാവരും അംഗീകരിക്കപ്പെട്ടതുമാണ്, അല്ലെ? അപ്പൊ ലോക സൃഷ്ടിയുടെ ഭദ്രതയും ഈശ്വരാന്വേഷണ താല്പര്യവുമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇപ്പൊ ജഗത് സൃഷ്ടാവായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ഈ നിയമങ്ങൾ ലോകത്തിന് നിഷ്കർഷിച്ചിരിക്കുന്നത്. അതായത് ലോകത്തെ പ്രജകളെല്ലാം തന്നെ ഈ ക്രമത്തിൽ ജീവിതത്തെ അവലംബിക്കണം. ഇതിൽ ഗൃഹസ്ഥാശ്രമം ഒരാൾ ജീവിക്കുന്ന ഭൗതിക ലോകത്തിലെ സന്തോഷകരമായിട്ടുള്ള നിലനിൽപ്പിനും, സന്യാസം ഒരാളുടെ മൃത്യുവിന് ശേഷമുള്ള ആധ്യാത്മിക ലോകത്തിലെ നേട്ടത്തിനും വേണ്ടിയിട്ട് സങ്കല്പിച്ചിട്ടുള്ളതാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. യഥാക്രമം ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പായിട്ടും വാനപ്രസ്ഥം സന്യാസത്തിന് മുൻപുള്ള തയ്യാറെടുപ്പായിട്ടും നമുക്ക് സങ്കല്പിക്കാം. ഏതൊരാളാണോ തങ്ങളുടെ ഇഹലോക ജീവിതമാണ് സത്യമെന്ന് കരുതുന്നത് അവർക്ക് ഗൃഹസ്ഥാശ്രമത്തെ അവലംബിക്കാം. ആർക്കാണോ പരലോകം സത്യവും ഭൗതിക ലോകം ഒരു കർത്തവ്യമായും മാത്രം തോന്നുന്നത് അവർക്ക് ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം സന്യാസം അവലംബിക്കാം. ഇങ്ങനെ സർവ്വതലത്തിലുള്ളവർക്കും സർവ്വപ്രകാരത്തിലുള്ളവർക്കും അവരവരുടെ ജീവിത സുഗമതയ്ക്ക് വേണ്ടി 4 ആശ്രമങ്ങളും പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ വസ്തുത ഈശ്വരൻ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന സ്ഥിതിക്ക് 4 ആശ്രമങ്ങളും എപ്രകാരം ആചരിക്കണമെന്ന് അദ്ദേഹം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? ഈശ്വരൻ വാസ്തവത്തിൽ ഏക വ്യക്തി അല്ലല്ലോ, അല്ലെ? നമുക്ക് 33,000 കോടി ഈശ്വരന്മാർ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ എല്ലാത്തിന്റെയും സൃഷ്ടാവും പ്രവർത്തകനും ഒക്കെയാണ് ഈശ്വരൻ. തത്വശാസ്ത്രങ്ങളും പ്രമാണങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ഉൽപ്പന്നമായിരിക്കുന്നതാണ്. അദ്ദേഹം തന്നെ അതൊക്കെ ആചരിച്ച് കാണിക്കുമ്പോഴാണ് ആ നിയമങ്ങൾ പ്രാവർത്തികമായിട്ട് വരുന്നത്. കേവലം നിയമങ്ങൾ മാത്രം പറയുകയും പറഞ്ഞ ആൾക്ക് അത് ചെയ്ത് കാട്ടാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ പ്രമാണങ്ങൾ അപ്രായോഗികമാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ സച്ചിന്മയനായിരിക്കുന്ന ജഗദീശ്വരൻ ഒരേ സമയത്ത് താൻ നിർദ്ദേശിച്ച 4 ആശ്രമങ്ങളും സ്വയം ആചരിച്ച് കാട്ടുന്നു. അദ്ദേഹം ഒരേ സമയം ആ ഒരു ബ്രഹ്മചാരനായിരിക്കുന്ന ഈശ്വരൻ, അതായത് അയ്യപ്പനായിട്ട് നമുക്ക് എടുക്കാം, അതേസമയം ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ഈശ്വരനുമായിട്ടും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് നമുക്ക് ശിവനായിട്ടോ വിഷ്ണുവായിട്ടോ എടുക്കാം. അതേസമയം വാനപ്രസ്ഥിയായിരിക്കുന്ന മാറുന്ന വസിഷ്ഠൻ, വ്യാസൻ തുടങ്ങിയ മഹർഷീശ്വരന്മാരായിട്ട് എടുക്കാം. അതേസമയം അതേ ആൾ തന്നെ സന്യാസീശ്വരനായിട്ടും നിലകൊള്ളുന്നുണ്ട്. ദക്ഷിണാമൂർത്തി, ദത്താത്രേയൻ, ബുദ്ധൻ, ശങ്കരാചാര്യർ ഇതെല്ലാം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കും. ചുരുക്കത്തിൽ ഇത്ര മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു മനുഷ്യ ശരീരത്തിന് ഒരേ സമയം ഒന്നേ പറ്റുകയുള്ളൂ എന്നുള്ളതില്ല. ഈ പരിധി ഈശ്വരനില്ല. അദ്ദേഹത്തിന് ഒരേ സമയം ഒട്ടനവധി ഭാവങ്ങൾ എടുക്കാൻ കഴിയും. ഇത് മനുഷ്യനെയും ഈശ്വരനെയും ഭിന്നമാക്കുന്ന യോഗശക്തി എന്നുള്ള വിശേഷണമാണ്. ഇതുകൊണ്ടാണ് ഈശ്വരനായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഭ്രമം മാറുകയുള്ളൂ. അതായത് ഈശ്വരൻ മനുഷ്യരോട് മാത്രമാണ് വ്രത നിയമങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്ന ഓരോ നിയമങ്ങളും അദ്ദേഹം തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിലൊന്ന് മാത്രമാണ് അദ്ദേഹം ഗൃഹസ്ഥാശ്രമം നമുക്ക് കാണിച്ചു തരുന്നത്. അയ്യപ്പനും മഹാദേവനും വ്യാസനും ദത്താത്രേയനും എല്ലാം ഒരാൾ തന്നെയാണ്. ഹനുമാനും കൃഷ്ണനും വസിഷ്ഠനും ബുദ്ധനും ഒരാൾ തന്നെയാണ്.
അങ്ങനെ ഇരിക്കെ ഈശ്വരന്റെ ഗൃഹസ്ഥാശ്രമം മാത്രം എന്തുകൊണ്ടാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? കാരണം ഒരു വ്യക്തിക്ക് തന്റെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമുള്ള 4 ദശകള്, ഈ 4 ദശകളിൽ നമുക്ക് ബ്രഹ്മചര്യം മുതൽ വാനപ്രസ്ഥം, സന്യാസം വരെ ആചരിക്കാൻ സാധിക്കും ഒരേ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, അല്ലെ? അപ്പോ നമ്മള് ഇത് എങ്ങനെ സ്വീകരിക്കുന്നു ഉള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഏറ്റവും നമ്മൾ ഈ പറയുന്ന താൽക്കാലികമായ ശരീരബോധത്തിൽ നിന്ന് നമ്മൾ ഉയർന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു തത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഭക്ഷണത്തിന്റെയും ദാമ്പത്യ സുഖത്തിന്റെയും ആ ഒരു ബന്ധു ബാന്ധവ മോഹത്തിന്റെയും മധ്യത്തിൽ ഉയർന്ന ഒരു സാധാരണ വ്യക്തി, അതായത് ഒരു ഗൃഹസ്ഥാശ്രമിക്ക് നിർദ്ദേശമേകുവാൻ നിന്റെ ഗൃഹസ്ഥാശ്രമം എന്റേതുപോലെ ആകണമെന്ന് ഭഗവാൻ ശിവനും നാരായണനും ഇത് പഠിപ്പിക്കുവാൻ അവരും ഗൃഹസ്ഥാശ്രമികളായിട്ട് നമ്മളെ കാണിച്ചു തരികയാണ്. അതേസമയം ഇവർ ഇരുവരും ചേർന്ന് ഹരിഹരപുത്രനായി വിരാജിച്ചുകൊണ്ട് സമസ്ത ഭോഗങ്ങളും ആഗ്രഹിച്ച് ത്യജിക്കുന്ന ഒരു ബ്രഹ്മചാരിയെ കാണിച്ചു തരുന്നു അതേ സ്വരൂപത്തിൽ, അല്ലെ? ഇപ്പൊ ഗൃഹസ്ഥാശ്രമം നിന്റേതുപോലെ ഭോഗാത്മകമല്ല, ബ്രഹ്മത്വത്തിൽ അടിയുറച്ച ബ്രഹ്മചര്യത്വമായിരിക്കുന്ന ഒരു യോഗാത്മകതയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അയ്യപ്പൻ, ഹനുമാൻ, കാർത്തികേയൻ ഇവരിലേക്ക് വളരെയധികം ഗൃഹസ്ഥാശ്രമികളായ ഭക്തജനങ്ങളുടെ ആകർഷണം ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ? ഇതാണ് ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ബ്രഹ്മചാരികളായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഈശ്വരന്മാരുടെ ജനനത്തിന് പിന്നിലും വിചിത്രമായിരിക്കുന്ന സംയോഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അയ്യപ്പന്റേതും ശിവന്റെ വിഷ്ണു സംയോഗം, ഹനുമാന്റേത് ശിവനും വായുദേവനും, ശ്രീ മുരുകനിലെ ശിവത്വം, ശക്തിതത്വം, 6 കാർത്തിക സ്ത്രീകള്, ഇതെല്ലാം തന്നെ നമുക്ക് എന്താ പറയാ വളരെയധികം രഹസ്യാത്മകമാണ്. ഇതൊക്കെ നമ്മള് ആ ഒരു എന്താ പറയാ അന്വേഷണാത്മകമായിരിക്കുന്ന വലിയ ആധ്യാത്മിക സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോ നമ്മൾ ഇത് മനസ്സിലാക്കി ആ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതെന്ന് തിരിച്ചറിഞ്ഞാല് നമുക്ക് ആ ഭഗവാൻ അയ്യപ്പന്റെ ബ്രഹ്മചാരിത്വം എന്താണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി 9ാമത്തെ തത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. ഹരിഹരാത്മകത്വത്തിന്റെ പൊരുള്. ശ്രീ അയ്യപ്പന്റെ ഏറ്റവും വലിയ പരിവേഷം അഥവാ എന്താ പറയാ സജ്ഞ എന്ന് പറയുന്നത് ഹരിഹരാത്മകത്വം. അതായത് ഹരിയുടെയും ഹരന്റെയും അംശസ്വരൂപമാണ്. അതായത് മകനാണ് ഹരിഹര നന്ദനൻ അഥവാ അയ്യപ്പൻ. നമുക്കറിയാം 2 പുരുഷന്മാർ, അല്ലെ? ഹരിയും ഹരനും. അവരുടെ സംയോഗം ഉണ്ടായ ആളിനെയാണ് നമ്മൾ അയ്യപ്പൻ. അപ്പൊ ശാസ്താവിന്റെ ഉൽപ്പത്തിക്ക് നിദാനമായിട്ടുള്ള കഥ വളരെ പ്രസിദ്ധമാണ്. പാലാഴി മഥനം, അമൃതിന്റെ ഉത്ഭവം, അസുരന്മാർ അമൃത് തട്ടിയെടുക്കുന്നത്, മഹാവിഷ്ണു മോഹിനി അവതാരമെടുക്കുന്നത്, അസുരന്മാർ കള്ളത്തരം തിരിച്ചറിയുന്നത്, രാഹുകേതുക്കളുടെ പരിണാമം, പിന്നീട് ഒരിക്കൽ ഭഗവാൻ ശിവശങ്കരൻ വൈകുണ്ഠത്തിലെത്തുകയും അത്ഭുത ആകർഷകമായിരിക്കുന്ന മോഹിനി രൂപം ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയും അങ്ങനെ കാമദഹനനായിരിക്കുന്ന രുദ്രനെ പോലും മോഹിപ്പിക്കുന്ന മഹാവിഷ്ണുവിന്റെ മോഹിനി ഭാവം ആവിർഭവിക്കുകയും തുടർന്ന് ശിവന് മോഹം ഉൽപ്പന്നമാകുകയും അങ്ങനെ അദ്ദേഹത്തിന്റെയും മോഹിനിയുടെയും തേജസ്സിൽ നിന്ന് ഒരു ശിശു ഉത്ഭവിക്കുകയും അത് ഭൂമിയിൽ ആ സമയത്ത് വിനാശം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മഹിഷാസുര സഹോദരിയായ മഹിഷിയെ ഹനിക്കുന്നതിന് ആ ശിശു ഭൂമിയിൽ ഒരു ബാലകനായി പ്രത്യക്ഷപ്പെടുകയും അന്നാട്ടിലെ രാജാവിന്റെ വളർത്തുപുത്രനായി തീരുകയും പിന്നീട് മഹിഷി നിഗ്രഹവും മറ്റും നടന്നതായിട്ട് നമ്മൾ ഐതിഹ്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കഥയിൽ 2 തലങ്ങൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഒന്ന് അദൃശ്യവും അവിശ്വസനീയമായിരിക്കുന്ന ഒരു ഈശ്വര ലോകം, 2 വിശ്വസനീയമായിരിക്കുന്ന ഭൗതിക ലോകം. 2ാമത്തെ ലോകം നമുക്ക് ചുറ്റും ഇന്നും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിയുള്ള ഒരു അന്വേഷണത്തിന് പ്രസക്തിയില്ല. എന്നാൽ ഈ കഥയിലെ ആധ്യാത്മിക ലോകത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. മാത്രമല്ല, ശാസ്താവ് എന്നൊരു ദേവനെ സ്കന്ദപുരാണം പോലെയുള്ള മഹാപുരാണങ്ങൾ വരെ അംഗീകരിച്ചിട്ടുള്ള സ്ഥിതിക്ക് നമുക്കൊരു തത്വാനുസന്ധാനം നിശ്ചയമായും ആവശ്യവുമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പാലാഴിയിൽ നിന്നാണ് ഉത്ഭവം. അതിപ്രാചീനമായ ഒരു സംഭവമാണ് പാലാഴി മഥനം. എല്ലാവർക്കും അറിയുന്നതാണ് പാലാഴി മഥനത്തിന്റെ കഥ. അതായത് ഇന്നും ഇന്നലെയും ഒന്നും സംഭവിച്ചതല്ലെന്നർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ അല്പം യുക്തി വിചാരം ചെയ്തെങ്കിലേ നമുക്കിതിനെ മനസ്സിലാവുള്ളൂ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അമൃത മഥനത്തിന് ശേഷം അവിടെ ഏറ്റവും അടുത്ത സഹസ്രാബ്ദത്തിലെ ശൈവ വിഷ്ണു സംയോഗമായിരിക്കുന്ന ഒരു പുത്രൻ എങ്ങനെയാണ് വന്നത്, ഇല്ലേ? വാദത്തിന് വേണ്ടി നമുക്ക് പല തർക്ക പ്രമാണങ്ങൾ ഉന്നയിക്കാമെങ്കിലും അതിന്റെ സ്ഥൂല വശത്തെ ഉപേക്ഷിച്ച് നമ്മൾ സൂക്ഷ്മ അർത്ഥത്തിലേക്ക് കടന്നു ചെന്നാൽ ഈ ചരിത്രം വളരെ മനോഹരമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിനായി അയ്യപ്പന്റെ ഹരിഹരാത്മകത്വം മാത്രം വിശദീകരിച്ചാൽ മതി. എന്താണ് ഹരിഹരാത്മകത്വം? ഹരി അതായത് വിഷ്ണു, ഹരൻ ശിവൻ, അല്ലെ? ഹരി എന്നായാലും ഹര എന്നായാലും എന്താണ് അതിന്റെ അർത്ഥം? ഇല്ലാതാക്കുക.
ആ പദത്തിന്റെ അർത്ഥം ഹരിക്കുക, അതായത് സംഹരിക്കുക എന്നാണ്. അല്ലെ? നമുക്കെല്ലാം ഇതിന്റെ അർത്ഥം അറിയാം. ഇപ്പൊ ശിവൻ എന്ന് പറഞ്ഞാൽ സംഹാര സ്വരൂപൻ എന്നുള്ളത് പ്രസിദ്ധമാണ്. പ്രളയകാലത്ത് തന്റെ മുക്കണ്ണ് തുറന്ന് ഭഗവാൻ ലോകങ്ങളെ ഭസ്മീകരിക്കുന്നു. ആ ഭസ്മത്തെ തന്റെ തിരുനെറ്റിയിൽ കുറിയായി അണിയുന്നു. എന്നാൽ ജഗത്പാലകനായിരിക്കുന്ന വിഷ്ണു എന്തിനെയാണ് ഹരിക്കുന്നത് അഥവാ സംഹരിക്കുന്നത്? മറ്റൊന്നുമല്ല, പ്രപഞ്ചത്തിന്റെ വിഘാത ശക്തികളെ നശിപ്പിക്കാനാണ് വിഷ്ണു, അതായത് ദുഷ്ടതയും അധർമ്മത്തെയും എല്ലാം. മാത്രമല്ല, ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ തന്റെ ഭക്തജനങ്ങളുടെ സർവ്വ പാപങ്ങളെയും സംഹരിക്കുവാനാണ് അവതാരമെടുക്കുന്നത്. ചുരുക്കത്തില് വിഷ്ണുവും ശിവനും ഒരുപോലെ സംഹാരാത്മകരാണ്, അല്ലെ? ഒരാള് രക്ഷയ്ക്കായിട്ട് സംഹരിക്കുന്നു, മറ്റൊരാള് ശിക്ഷയ്ക്കായിട്ട് സംഹരിക്കുന്നു. അപ്പൊ പ്രപഞ്ചത്തിന്റെ താൽക്കാലികമായ ദോഷങ്ങളെയും വിനാശശക്തികളെയും അപ്പോൾ സംഹരിക്കുന്നത് ഹരിയുടെ കർത്തവ്യം. എന്നാൽ സമ്പൂർണമായ ധർമ്മങ്ങളെയും അധർമ്മങ്ങളെയും തിരുശേഷിപ്പില്ലാതെ മുഴുവൻ ഏകകാലത്ത് ഹരണം നടത്തുന്നത് ഹരന്റെ കർത്തവ്യം. ചുരുക്കത്തിൽ രണ്ടും പ്രപഞ്ച രക്ഷയെ കരുതിയിട്ടുള്ളതാണ്, അല്ലെ? ഇങ്ങനെ വരുമ്പോ ഹരിയുടെ സ്ഥാനവും ഹരന്റെ സ്ഥാനവും എന്താണ്? നമുക്കത് വളരെ വ്യക്തമാണ്. ഇതിന് വേറൊരു ഉദാഹരണം കൊണ്ട് നമുക്ക് വേഗം സമർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ തന്നെ രണ്ടു തരം സംഹാരങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണത്? നമ്മുടെ ദുഃഖങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ വിവേകം കൊണ്ട് കുറേശ്ശെ അതിനെ തരണം ചെയ്യുന്നു, അല്ലെ? എന്നിട്ടും തടുത്തു നിർത്താനാവാത്ത സംഭവങ്ങളെ നാം ചുവടോടെ നശിപ്പിക്കാൻ ഉദ്യമിക്കുന്നു. ഇവിടെ ആദ്യം പ്രകടിപ്പിച്ചത് വിഷ്ണുഭാവം, രണ്ടാമത് പ്രകടിപ്പിച്ചത് ശിവഭാവം. ഇങ്ങനെ വരുമ്പോൾ ദോഷങ്ങളെ തരണം ചെയ്യാൻ അവിടെ നാം ഉപയോഗിക്കുന്നത് ബുദ്ധിയും ശക്തിയുമാണ്. രണ്ടും ഹരിഹരന്മാരാണെന്ന് മനസ്സിലാക്കണം. ബുദ്ധി വിഷ്ണുവും രൂപവും ശക്തി ശിവസ്വരൂപവുമാണ്. അപ്പൊ ആധ്യാത്മികമായിരിക്കുന്ന ബുദ്ധി എന്നത് അറിവ്, അഥവാ വിദ്യയെ കുറിക്കുന്നതാണ്. ശക്തി എന്നത് ഒരാളുടെ മനോബലത്തെയും കുറിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി തത്വാത്മകമായിട്ട് പറയാൽ അത് ജ്ഞാനവും തപസ്സുമാണോ എന്ന് മനസ്സിലാക്കാം. ജ്ഞാനമാണ് ബുദ്ധി, തപസ്സാണ് സംയമനം, അതായത് ബലം, ശക്തി. ഇപ്പൊ ജീവിതത്തിന്റെ വിജയത്തിനും നിലനിൽപ്പിനും രണ്ടു തരം സംഹാരങ്ങൾ കൂടിയേ കഴിയൂ. എങ്കിൽ അത് രണ്ടിനും പ്രേരകമാകുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജ്ഞാനവും തപസ്സും തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ കുറിച്ചോ അങ്ങനെയാണെങ്കിൽ ഹരി അഥവാ വിഷ്ണു ജ്ഞാനമാണ്, ഹരൻ അഥവാ ശിവൻ തപസ്സാണ്. വിഷ്ണുവിന്റെ മോഹിനി രൂപത്തില് ശിവന് മോഹമുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വര ജ്ഞാനത്തിന് വേണ്ടി തപസ് അനിവാര്യമാണ്. അതായത് തപസ് എന്ന് പറഞ്ഞാൽ എന്താ? ശിവൻ തന്നെയാണ്. സദാ ചിന്മുദ്രയിൽ കണ്ണടച്ചിരുന്ന് തന്റെ ഉള്ളിലെ ശക്തിയെ ധ്യാനിക്കുന്ന സാക്ഷാൽ മഹാദേവൻ. ഈശ്വര ജ്ഞാനം എന്ന് പറയുന്നത് വിഷ്ണു, അതായത് വിഷ്ണു. അപ്പോ ആ ഒരു ജ്ഞാനം എന്ന് പറഞ്ഞാൽ വിഷ്ണു തത്വം തന്നെയാണ്. അപ്പൊ സാധാരണ ഉപയോഗിക്കുന്നത് ഇത് രണ്ടുമാണ്. അല്ലെങ്കിൽ തപസ് ചെയ്യുന്നത് ജ്ഞാനത്തിന് വേണ്ടിയാണെന്ന് അർത്ഥം. തപസ്സിന് ജ്ഞാനത്തോട് മോഹമുണ്ട്, അല്ലെങ്കിൽ തപസ് ചെയ്യുന്നവൻ ജ്ഞാനത്താൽ മോഹിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. തപസ് ചെയ്യാതെ ഒരിക്കലും ജ്ഞാനം ഉണ്ടാവില്ല. ഏത് പുരാണം എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം, അനേക വർഷങ്ങളുടെ തപസ്സിന് ശേഷമാണ് ഒരാൾക്ക് ജ്ഞാനം ലഭ്യമാകുന്നത്. അപ്പൊ പുരാണ കഥയിലെ ശൈവ വിഷ്ണു സങ്കല്പവും ഈ സാമാന്യ നിയമത്തിന് നിരക്കുന്നതാണെന്ന് കാണാം. അറിവിന്റെ അനേകം ഉപദേശങ്ങളെ കൊടുക്കുവാൻ കൂടുതൽ അവതാരങ്ങൾ എടുക്കുന്നത് വിഷ്ണുവാണെങ്കിൽ അറിവിന്റെ അലൗകികമായ സമ്പൂർണമായ താപസനായിട്ട് വർത്തിക്കുന്നത് ശിവനാണ്. ഇവിടെ മേൽപ്പറഞ്ഞ പോലെ ചിന്തിച്ചാൽ നമ്മുടെ അന്തരംഗവും ഈശ്വരാനുഭവം എന്ന അറിവിന് വേണ്ടി എല്ലാവിധ ക്ലേശങ്ങളെയും സഹിക്കാൻ തയ്യാറാകുന്നു എന്ന് തന്നെ കാണാം. അതായത് ജ്ഞാനത്തോട് തപസ്സിന് അഭിനിവേശം ഉണ്ടാകുന്നു എന്ന് സാരം. ഇതാണ് മോഹിനി രൂപമാർന്ന വിഷ്ണുവിനോട് ശിവന്റെ കാമം എന്ന് താത്വികാർത്ഥം നമുക്ക് പറയാം. ചുരുക്കത്തിൽ ആ ഒരു തപോരൂപിയായിരിക്കുന്ന ശിവതത്വം ജ്ഞാനരൂപിയായിരിക്കുന്ന വിഷ്ണു തത്വത്തിനോട് ആഭിമുഖ്യം പുലർത്തുന്നു. ഉണ്ടാവുന്നത് ആരാണ്? ഹരിഹരൻ എന്ന അയ്യപ്പൻ. ഈ അയ്യപ്പനെ നമുക്ക് ബ്രഹ്മജ്ഞാനം എന്ന് തന്നെ വിളിക്കണം. കാരണം അറിവിന് വേണ്ടി തപസ് ചെയ്യുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന സത്ഫലമാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്നത്. ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ പ്രതീകമാണ് അയ്യപ്പൻ. ചിന്മുദ്രയും യോഗപട്ടവും ജടാചൂടവും ബ്രഹ്മചാരിത്വവും ധ്യാനസ്ഥിതിയും എല്ലാം തന്നെ ഒരു ബ്രഹ്മജ്ഞാനിയുടെ പ്രതീകമാണ് അയ്യപ്പ ഭാവം നമുക്ക് തരുന്നത്. ഇപ്പൊ രണ്ട് സംഹാരകാരകന്മാരുടെ അംശങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു സംരക്ഷകൻ, അതായത് അയ്യപ്പൻ എന്ന് പറയുന്ന തത്വമാണ് അവിടെ ഉണ്ടാകുന്നത്. ആധുനിക ഗണിത ശാസ്ത്രത്തിൽ പറഞ്ഞാൽ രണ്ട് ന്യൂനങ്ങൾ, അതായത് ഒരധികം, മൈനസ് എക്സ് മൈനസ്, അല്ലെ, ഈസ് ഈക്വൽ ടു പ്ലസ്. അപ്പോ രണ്ട് നെഗറ്റീവുകൾ ഈസ് ഈക്വൽ ടു ഒരു പോസിറ്റീവ്, അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെ ഹരിഹരാത്മജനായിരിക്കുന്ന ശ്രീ അയ്യപ്പൻ തന്റെ ആ ഒരു അനുസന്ധായകന്മാരായ സർവരുടെയും ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന ദോഷങ്ങളെ സംഹരിച്ച് അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങളെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ശരിക്കും ഈ ഹരിഹരാത്മക തത്വം എന്ന് പറയുന്നത്.
ഇനി നമുക്ക് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന, ശബരിമലയുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു മഹാവാക്യം തത്വമസി, 10ാമത്തെ തത്വമാണ് തത്വമസി. എന്താണ് തത്വമസി എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടിരിക്കുന്നു, അല്ലെ? മഹാവാക്യം എന്നൊക്കെ നമുക്കറിയാം, എങ്കിലും തത്വമസി പൊരുൾ എന്താണ്? തത് ത്വം അസി. എന്താണ് അതിന്റെ അർത്ഥം? അത് നീയാകുന്നു. ഇത് ഒരു സന്ദേശവാക്യമാണ്. ഛാന്തോഗ്യ ഉപനിഷത്തിലുള്ള വളരെ പ്രശസ്തമായിരിക്കുന്ന വാക്യമാണിത്. 4 മഹാവാക്യങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണെന്നും ഇതിനെ പറയാം. ശബരിമല തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് ശബരിമല ദർശനം നടത്തിയിട്ടുള്ള ശ്രദ്ധാലുക്കളായിട്ടുള്ള പലരും ശ്രീകോവിലിന് മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള ഈ വാക്കുകൾ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടാവില്ല. എന്നാൽ ആ വാക്കുകൾ ശ്രീ ശബരീശ്വര സന്നിധാനത്തെ പ്രതിനിധീകരിക്കുന്നയാവാൻ എന്ത് ഉപയോഗിക്കുന്നു എന്നും എന്താണ് ആ വാക്കുകളുടെ ആന്തരികമായിരിക്കുന്ന അർത്ഥമെന്നും വളരെ ഏറെ പേർക്ക് അധികം ഗ്രാഹ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കണം. അത് തന്നെയാണ് ഇതിന്റെ കാതലായിട്ടുള്ള പൊരുളും. ആദ്യമായിട്ട് തത്വമസിയുടെ അർത്ഥം ഒന്ന് അനുസന്ധാനം ചെയ്താൽ തത് ത്വം അസി, അതാണ് അല്ലെ? അതിനെ പിരിച്ചു പറയുകയാണെങ്കിൽ തത് ത്വം അസി എന്നാണ്. അപ്പൊ തത് എന്നതിന് എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ, തത് എന്ന് പറഞ്ഞാൽ അത്, അപ്പൊ ത്വം എന്ന് പറഞ്ഞാൽ നീ, അസി എന്ന് പറഞ്ഞാൽ ആകുന്നു. അപ്പൊ ചുരുക്കത്തിൽ തത്വമസി എന്ന് ചേർത്ത് വെക്കുമ്പോൾ അതിനർത്ഥം എന്താ? അത് നീയാകുന്നു. അപ്പൊ അത് നീയാകുന്നു എന്ന് താങ്കളോട് ഒരാൾ ഓർക്കാപ്പുറത്ത് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ കരുതുക? നമ്മൾ അതിനെ എങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ചാൽ ഉത്തരം പറയാൻ കുറച്ച് വിഷമമാണ്. പക്ഷെ കേൾക്കുന്ന ആൾക്ക് ഏതെങ്കിലും ഒരു കുറ്റബോധത്താൽ വ്യത്യസ്തനാണെങ്കിൽ, അയാൾക്ക് ആ ഒരു വ്യസനം ഉണ്ടെങ്കിൽ അത് നീയാകുന്നു എന്ന് കേൾക്കുമ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ ഞാൻ തന്നെയാണെന്നായിരിക്കും ഊഹിക്കുക, അല്ലെ? അല്പം രസകരമായി പറഞ്ഞാൽ, ഒരു മോഷണം നടന്ന സ്ഥലത്ത് കൂടി ഒരു കള്ളൻ സഞ്ചരിക്കുകയും ഉടനെ അയാൾക്ക് അത് നീയാകുന്നു എന്ന ശബ്ദം കേൾക്കുകയും ചെയ്താൽ എന്തായിരിക്കും അയാളുടെ മാനസികാവസ്ഥ എന്ന് തിരിച്ചറിയാൻ, ഞാൻ പിടിക്കപ്പെട്ടു, ഇത് ചെയ്തത് ഞാനാണ് എന്നറിഞ്ഞു എന്നൊരു ബോധം നമുക്കുണ്ടാകും, ഇല്ലേ? അയാൾ കൂടുതൽ പരിഭ്രാന്തനാവുകയും ചെയ്യും. അതുപോലെ സ്ഥാനമാനങ്ങളെക്കുറിച്ചോ വരാൻ പോകുന്ന ഭാഗ്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സന്തോഷം പൂണ്ടിരിക്കുന്ന ഒരാളോട് അത് നീയാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ സന്തോഷ കാരണം സാഫല്യത്തിൽ എത്തുന്നു എന്ന് പറഞ്ഞ് അയാൾ സന്തോഷിക്കും. വാസ്തവത്തില് ഏത് മാനസിക അവസ്ഥയോടും ഏത് പ്രശ്ന പരിഹാരത്തോടും ഒറ്റ വാക്കിൽ ഉന്നയിക്കാവുന്ന ഒരു ഉപദേശ രൂപേണയുള്ള വാക്യമാണ് അത് നീയാകുന്നു. ഓരോരുത്തരും അവരവരുടെ മാനസികാവസ്ഥ അനുസരിച്ചാണ് ഇതിൽ സമാധാനം കണ്ടെത്തുന്നതെന്ന് മാത്രം. ഇത് തന്നെയാണ് ആത്മാനുസന്ധാനം ചെയ്യുന്ന, അതായത് ഈശ്വരനെ തേടുന്ന ഒരാളോടും തന്റെ പ്രതിസന്ധികൾക്ക് ദൈവികമായിരിക്കുന്ന പരിഹാരം തേടുന്ന ഒരാളോടും ഉത്തരമായി പറയാവുന്നത്. വാസ്തവത്തിൽ ശ്രീ ശബരീശ്വര സന്നിധാനത്തിലെത്തുന്ന ഭക്തന്മാരുടെ ഇടയിൽ ഇത്തരത്തില് 2 കൂട്ടരാണ് വരുന്നത്, അഭയാർത്ഥികളും മോക്ഷാർത്ഥികളും. ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് നാം കണ്ണാടിയുടെ നേരെ കൈ ചൂണ്ടിയാൽ പ്രതിബിംബം തിരികെ നമുക്ക് നേരെ കൈ ചൂണ്ടും, ഇല്ലേ? നമുക്കത് കാണാം. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നതിനെ ബിംബമെന്നും കണ്ണാടിയിൽ കാണുന്നതിനെ പ്രതിബിംബം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? ഈശ്വര പ്രതിഷ്ഠയെ ബിംബം എന്നാണല്ലോ വിളിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ബിംബത്തിലിരിക്കുന്ന ഈശ്വരൻ ലോകമാകുന്ന കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബങ്ങളാണ് നാം ഓരോരുത്തരും. കണ്ണാടിക്ക് മുമ്പിൽ ഇരിക്കുന്ന ബിംബം, അതായത് നാം, ജീവനുള്ളവരെങ്കിലും കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിന് ജീവനില്ല, അല്ലെ? ഇതല്ലേ വാസ്തവികത? അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാല് ഇത് രണ്ടും ഉള്ളതുപോലെ തന്നെയാണ് നമ്മൾ കാണപ്പെടുന്നത്. അതായത് അതിനെ ദർശിക്കുന്ന ആൾക്ക് തോന്നുന്നത് എന്താണ്? അവിടെയും ജീവൻ ഉണ്ടെന്ന് തന്നെയാണ്, അല്ലെ? ഈ പ്രതിഭാസത്തിനെ, അതായത് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആ പ്രതീതിയെ നമുക്ക് ആധ്യാത്മിക ശാസ്ത്രങ്ങള് മായ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ലോകമാകുന്ന കണ്ണാടിയിൽ പതിയുന്ന പ്രതിബിംബങ്ങൾക്ക് അവയ്ക്ക് ഓരോന്നിനും സ്വയം തങ്ങൾ ഉണ്ട് എന്ന്, അതായത് തങ്ങൾ ചലിക്കുന്നു, നമ്മൾ അനങ്ങുന്നുണ്ട്, കൈ പൊക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് കൈ പൊക്കുന്നുണ്ട്, ഇല്ല, ഇങ്ങനെ ഒരു പ്രതിബിംബം, ഒരു തോന്നൽ നമുക്കുണ്ടാവുകയാണ്. വാസ്തവത്തിൽ അത് നമുക്കെന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് തന്നെ വാസ്തവികത ഇല്ല. അതാണ് സത്യം. യഥാർത്ഥമായിട്ടുള്ളത് ഈശ്വരൻ മാത്രമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ അനുഭവങ്ങളുടെ പിന്നിലുള്ള യഥാർത്ഥ സത്യം അത് നീ തന്നെയാണ്, അതാണ് നീ എന്ന് തോന്നുന്ന ആ ഭാവം അത് തന്നെയാണ്, അത് നീയാകുന്നു, അഥവാ ഈശ്വരൻ മാത്രമാണ് എന്നുള്ള വാസ്തവികമായ സത്യത്തിന്റെ പ്രതിബിംബം മാത്രമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് നിനക്ക് നീയായി തോന്നുന്നത് എന്ന ആ ഒരു തോന്നൽ, അല്ലെ? അപ്പൊ എന്താണ് വാസ്തവത്തിൽ നീയായി തോന്നിയ അത്, അഥവാ നിന്റെ അന്തരാത്മാവായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. ആ ഒരു വേദാന്ത അർത്ഥത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ തത്വമസിയെ, ഈശ്വര ഒരു അന്വേഷണ തൽപരന് വേണ്ടി നമുക്ക് എന്താണ്, ആ ഇരിക്കുന്നത് തന്നെയാണ് നീ. ആ എപ്പോഴാണോ ആ അറിവ് വരുന്നത്, അത് ബിംബ പ്രതിബിംബ ഭാവം എന്ന് നമുക്ക് പറയാം. ഭൗതിക ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കിടന്ന് ഉഴറുന്ന നമ്മൾ ഓരോരുത്തരും എത്ര
എന്താ പറയുക, ഈ സത്യത്തെ അറിയുകയാണെങ്കിൽ അത് വളരെയധികം ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നതാണ്. കാരണം സൃഷ്ടി നിയമം അനുസരിച്ച് വാസ്തവത്തിൽ പ്രതിസന്ധിയും ദുഃഖവും പ്രശ്നങ്ങളും ഈശ്വരൻ സൃഷ്ടിച്ചതല്ല. കാരണം ഇതാണ് ശരിക്കുള്ള വസ്തുത. അപ്പോൾ എങ്ങനെയാണ് ഈ ജീവലോകത്തിൽ അകപ്പെട്ട ഓരോന്നിനും ജീവിത പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, നിന്റെ ഉള്ളിൽ നിനക്ക് തന്നെ ഒഴിവാക്കാനാവാത്തവണ്ണം ഗ്രസിച്ചിട്ടുള്ള നീ എന്ന ചിന്തയിലാണ് ചിന്തകളും പ്രവൃത്തികളും എല്ലാം നിന്നെ പ്രതിയാക്കാൻ നീ എന്ന ഏക വസ്തുവിന് മാത്രമാണ് നിനക്കെല്ലാം ഉണ്ടാക്കി തരുന്നതെന്ന് മനസ്സിലാകും. അതായത് കലമാനിനെ അന്തസ്സുറ്റതാക്കുന്നത് അതിന്റെ കൊമ്പുകളാണ് അല്ലെ. ആ കൊമ്പുകൾ തന്നെയാണ് വള്ളി പടർപ്പുകളിൽ കുരുങ്ങി അതിന്റെ അന്തകനായിട്ട് തീരുന്നതും. അതുപോലെ തന്നെ നമുക്ക് അഹങ്കാരം, ഈ അഹങ്കാരം എന്നത് ഈശ്വര സൃഷ്ടി അല്ലേ എന്ന് ചോദിക്കാം. പക്ഷെ അതിന്റെ വികൃത ഭാവങ്ങൾ ഒരിക്കലും ഈശ്വര സൃഷ്ടി അല്ല. അഹം എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന പരമമായ ബോധം മാത്രമാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഒരു നിഴൽ പോലെ. നിഴൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിഴലായി ഒന്നും തന്നെ പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഇല്ലേ? പ്രകാശത്തിന് മുന്നിൽ ഏതെങ്കിലും ഒരു മറയുണ്ടാകുമ്പോൾ പ്രകാശം വീഴാത്ത ഭാഗത്തെയാണ് നമ്മൾ നിഴൽ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ ഈ പ്രപഞ്ചത്തില് അസ്വസ്ഥതകളെയും അപൂർണതകളെയും സൃഷ്ടിക്കാതെ തന്നെ ഈ ദുരിതങ്ങൾ, അതായത് വെളിച്ചത്തിന്റെ അഭാവത്തിൽ നിഴലുണ്ടാകുന്നത് പോലെ ഒരു ജീവന് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ശാന്തിധാരയിൽ തടസ്സം സൃഷ്ടിച്ചു നിൽക്കുന്ന ഒരാളുടെ സ്വന്തം നിലനിൽപ്പിന്റെ ഇച്ഛ, അത് തന്നെയാണ് അയാളിലെ അശാന്തിക്ക് കാരണം. അതുകൊണ്ട് നിന്റെ പ്രശ്നങ്ങളുടെ സ്വരൂപം നീ തന്നെയാണ്. അതാണ് തത്വമസി, തത് ത്വം അസി. നിഴല് മായുമ്പോൾ അവിടേക്ക് എന്താ വരുന്നത്? പ്രകാശം കടന്നു വരും അല്ലെ. ഇല്ലെങ്കിൽ അവിടേക്ക് പ്രകാശം നമ്മൾ കടത്തി വിടണം. സ്വന്തം അഹന്തകളിൽ നിന്ന് ഉടലെടുക്കുന്ന ജീവിത ക്ലേശമാകുന്ന നിഴലുകളെ മായ്ക്കാൻ ഒരാൾക്ക് ഈശ്വരനാകുന്ന വെളിച്ചത്തിന് അഭിമുഖം തിന്നാൽ മാത്രം മതി. അത് ഒന്ന് തന്നെയാണ് ഭൗതിക പ്രതിസന്ധിയിൽ ഉണ്ടാകുന്ന ഒരു സാധാരണക്കാരന് തൽക്കാലത്തേക്കെങ്കിലും തന്റെ അഹന്തയെ, അതായത് ശ്രീ ശബരീശനാകുന്ന പ്രകാശത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ശുഭപര്യവസാനിയായി തീരുന്നത്. ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വിവരണമാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. കാരണം തത്വമസി എന്ന് പറയുന്നത് അനേക ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗഹനമായിരിക്കുന്ന തത്വമാണ്, അതിഗംഭീരമായിരിക്കുന്ന തത്വമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ തത്വമസി മഹാവാക്യം ശബരീശനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു തലത്തിൽ മാത്രമാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് 11ാമത്തെ തത്വത്തിലേക്ക് കടക്കാം. 11ാമത്തെ തൃപ്പടിയിൽ നമ്മൾ എന്താണ് കാണുന്നത്? മകരജ്യോതി ദർശനമാണ് അല്ലെ. ഇപ്പൊ മകരജ്യോതി ദർശനം ശബരിമലയുടെ പ്രഭാവത്തിൽ ഏറ്റവും വലിയ പ്രതീകമാണ് മകരജ്യോതി. അതായത് മകരസംക്രാന്തി ദിവസം വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് ആരതി വിളക്കുകൾ ഒഴിയുമ്പോൾ പൊന്നമ്പലമേട് എന്ന എതിർഭാഗത്തുള്ള മലയിൽ ഉദിക്കുന്ന ഒരു ശോഭയേറിയ നക്ഷത്രം. ഇന്നും എന്നും ഈ വലിയൊരു അത്ഭുതം, അതായത് നമ്മൾ ആരാധനാ പരിവേഷത്തോടുകൂടി ഹൃദയങ്ങളിൽ മിന്നി തിളങ്ങുന്ന ഒരു മകരജ്യോതി തന്നെയാണത്. ഇപ്പൊ മകരജ്യോതികളെ കുറിച്ച് പല ദുരൂഹതകളും അഭ്യൂഹങ്ങളും ഏറെയുണ്ട്. വാസ്തവത്തിൽ കൃത്യമായ എന്താ പറയാ, അയനാംശങ്ങളിലൂടെ കാലം സഞ്ചരിക്കുമ്പോൾ ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് കടക്കുന്ന കൃത്യമായ സന്ധ്യയിൽ ഒരു പ്രത്യേക നക്ഷത്രം ദൃശ്യമാകുന്നതാണ് വാസ്തവത്തിൽ മകരജ്യോതി എന്ന് പറയാറുണ്ട്. അയ്യപ്പ സ്വാമിയുടെ ദീപാരാധനയ്ക്ക് ദേവതകൾ സ്വർഗദീപങ്ങൾ കത്തിച്ച് ഒഴിയുന്നത് പൗരാണിക സങ്കല്പമാണ്. കൃത്യസമയത്ത് തന്നെ ഉദിക്കുന്ന മകര നക്ഷത്രം അതിന്റെ ഭൗതിക പ്രാധാന്യത്തെക്കാൾ ഉപരി ആധ്യാത്മിക പ്രാധാന്യം കൊണ്ട് നമ്മളെ എന്താ പറയാ, അവിടെ എത്തുന്ന ഭക്തരെ കാണിക്കുന്നതാണ്. വളരെ സൗന്ദര്യത്തോടു കൂടിയുള്ള ഒരു നക്ഷത്രമാണത് എന്നും പറയപ്പെടുന്നു. ഇനി യോഗശാസ്ത്ര സംബന്ധമായിട്ട് മകരജ്യോതിക്ക് എന്താണ് പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മൾ ശബരിമലയുടെ 18 പടികളുടെ തത്വരഹസ്യം അറിഞ്ഞു അല്ലെ. ഇപ്പൊ ഷഡാധാരങ്ങളും പിന്നീട് 12 സ്ഥാനങ്ങളും ഉൾപ്പെടുന്ന ശരീരത്തിന്റെ യോഗ നിലയാണ് 18 പടികൾ അല്ലെ. അപ്പൊ ശരീരസ്ഥാനമായിരിക്കുന്ന ഒരു പ്രധാന വസ്തുത കൂടി നമ്മൾ പ്രതിപാദിക്കേണ്ടതുണ്ട്. ശരീരസ്ഥമായിരിക്കുന്നത് എന്തെന്നാൽ ശരീരത്തിന്റെ സർവ്വവിധ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഇട, പിങ്കള, സുഷുമ്ന 3 നാഡികളിലൂടെയാണ്. 114 നാഡികളുണ്ട്. അതിൽ 14 നാഡികൾ വളരെ പ്രധാനം. ഈ 3 പ്രധാനപ്പെട്ട നാഡികളാണ് ഒരു മനുഷ്യ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ദേഹത്തിന്റെ നട്ടെല്ലിലാണ് ഈ 3 നാഡികളും ഉള്ളത്. ഇടതുവശത്തെ നാഡിയെ ഇടാനാഡി എന്ന് അല്ലെങ്കിൽ ചന്ദ്രനാഡി എന്നും, വലതുവശത്തുള്ള നാഡിയെ പിങ്കള എന്നും സൂര്യനാഡി എന്നും, മധ്യഭാഗത്തുള്ള നാഡിയെ നമ്മൾ സുഷുമ്ന എന്നും അതായത് അഗ്നിനാഡി എന്നും പറയുന്നു. അപ്പൊ സുഷുമ്ന എന്ന അഗ്നിനാഡിയിലാണ് നേരത്തെ പറഞ്ഞ മൂലാധാരം തുടങ്ങിയിട്ടുള്ള ചക്രങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ചക്രങ്ങളെ നമ്മൾ 18 പടിയായിട്ട് കണ്ടു ഇല്ലേ. എങ്കിൽ ഈ സുഷുമ്ന നാഡിയായി നമുക്ക്
എന്തിനെയാണ് ഉദ്ദേശിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സ്ഥൂലമായി കാണപ്പെടുന്നതും ജീവനുള്ളതുമായ ഈ ദേഹത്തിന്റെ തുല്യമായി നാം പുറത്ത് ശബരിമല എന്ന സ്ഥലത്തെ കാണണം ആദ്യമായിട്ട്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ദേഹത്തിലെ സൂക്ഷ്മമായിരിക്കുന്ന നാഡികൾക്ക് പകരം നാം പുറം ലോകത്ത് കാലത്തിനെയാണ് എടുക്കേണ്ടത്. അതായത് ദേഹവും നാഡിയും പോലെ തന്നെയാണ് ലോകവും കാലവും. അപ്പൊ ദേഹത്തിലെ നാഡികളുമായി നമുക്ക് കാലത്തെ വളരെ ഭംഗിയായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കും. കാരണം കാലത്തിനെ അളക്കാൻ നാം ഉപയോഗിക്കുന്ന അളവുകളെയാണ് നാഡി എന്നൊരളവ് വെച്ച് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ മലയാളത്തിൽ നാഴിക, വിനാഴിക എന്നൊക്കെ പറയുന്നത്. നാടിക എന്നും പറയാറുണ്ട്. അപ്പൊ നാടികളുടെ സ്പന്ദനം സമയത്തെ കുറിക്കുകയാണ്. ഇന്നത്തെ ഭാഷയിൽ സെക്കൻഡുകളായിട്ട് നമുക്ക് പറയാം. കൂടാതെ നാടുകളിലൂടെയാണ് മനുഷ്യ ശരീരത്തിലെ സകല സുഖദുഃഖങ്ങളും സംവേദനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കാലത്തിലൂടെയാണ് എല്ലാ മനുഷ്യരും നേട്ടവും കോട്ടവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ശരീരത്തിലെ നാഡീചലനം ലോകത്തിന്റെ കാലചലനത്തോട് നമുക്ക് പൂർണ്ണമായിട്ട് താരതമ്യം ചെയ്യാം. കാലത്തിന് 3 സാക്ഷികളാണ് പറയപ്പെട്ടിരിക്കുന്നത്. ആരൊക്കെയാണ്? സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. അപ്പോ സൂര്യൻ പകൽ എന്ന കാലത്തിനെയും ചന്ദ്രൻ രാത്രി എന്ന കാലത്തിനെയും അഗ്നി എന്ന് പറയുന്നത് സന്ധ്യ എന്ന കാലത്തിനെയുമാണ് കാണിക്കുന്നത്. അതിന്റെ അധികാരികളാണെന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മുടെ യോഗശാസ്ത്രം പറയുന്നതായിട്ടുള്ള ആ ഒരു സാമ്യത നമ്മൾ ശ്രദ്ധിക്കണം. ശരീരത്തിൽ 3 നാഡികളുണ്ട്. ഒന്ന് സൂര്യനാഡി, ചന്ദ്രനാഡി, അഗ്നിനാഡി, ഇല്ലേ? ഇപ്പൊ നമ്മൾ 3 നാഡികളെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മുടെ ശരീരശാസ്ത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ദിവസത്തെ സൂര്യ ചന്ദ്രാഗ്നികളായിട്ട് വേർതിരിച്ചിരിക്കുന്ന പോലെ ഒരു വർഷത്തെ നമുക്ക് എങ്ങനെ വേർതിരിക്കാം? 6 മാസം ഗണന പ്രകാരമുള്ള ഉത്തരായനം, 6 മാസം ചാന്ദ്രമാസ പ്രധാനമുള്ള ദക്ഷിണായനം. ഇപ്പൊ മകരമാസം തുടങ്ങി 6 മാസമാണ് ഉത്തരായനം, കർക്കിടകം തുടങ്ങി 6 മാസം ദക്ഷിണായനം, അല്ലെ? ഇത് വളരെ സൂക്ഷ്മതയോടെ ഈ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. യോഗശാസ്ത്രം പറയണു സൂര്യനാഡിയും ചന്ദ്രനാഡിയും, അതായത് ഇടയും പിങ്കളയും സന്തുലിതമാകുന്ന അവസ്ഥയിൽ അഗ്നിനാഡിയായിരിക്കുന്ന സുഷുമ്ന ഉണരും. ഈ സുഷുമ്ന നാഡി ഉണരുമ്പോൾ ഉണർന്നയാൾ പെട്ടെന്ന് അലൗകികമായിരിക്കുന്ന തന്റെ ആത്മാവിനെ വലിയ ഒരു ജ്യോതി രൂപത്തിൽ അഥവാ പ്രകാശ രൂപത്തിൽ ദർശിക്കും. ഇങ്ങനെ സുഷുമ്ന നാഡിയെ ഉണർത്തി ജ്യോതി രൂപത്തെ ദർശിക്കുന്നത് ബ്രഹ്മസാക്ഷാത്കാരമായിട്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ഇങ്ങനെ സുഷുമ്ന ഉണരണമെങ്കിൽ സൂര്യനാഡിയും ചന്ദ്രനാഡിയും ശാന്തമാകണം, അല്ലെ? ഇപ്പൊ സൂര്യനാഡിയുടെ പ്രേരണ കൊണ്ടാണ് മനുഷ്യൻ കർമ്മങ്ങളും ഭോഗങ്ങളും എല്ലാം അനുഭവിക്കുന്നത്. ചന്ദ്രനാഡിയുടെ പ്രേരണ കൊണ്ട് അയാൾ ആലസ്യത്തിലും അജ്ഞാനത്തിലും ദുഃഖങ്ങളിലും ആമഗ്നരാകുന്നു. ആദ്യം കർമ്മസ്വരൂപവും ചൂടുള്ളതുമായ സൂര്യനാഡിയെ ശാന്തമാക്കി പിന്നീട് ആലസ്യ രൂപമായിരിക്കുന്ന ചന്ദ്രനാഡിയെ ജയിക്കുമ്പോൾ ശാന്തസ്വരൂപമായിരിക്കുന്ന അഗ്നിനാഡി ഉണരും. ഇതിനായിട്ട് യോഗികളെ നിരന്തരം യോഗ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതായിട്ട് നമുക്കറിയാം, ഇല്ലേ? അപ്പൊ ഒരു യോഗിയുടെ ശരീരത്തില് സുപ്രാപ്യമായിരിക്കുന്ന അനുഭവം പ്രകൃതി എന്ന യോഗീശ്വരിയുടെ ശരീരത്തിലും ആ ഒരു സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് നമുക്ക് മകരജ്യോതി ദർശനം എന്നത്. യോഗ സാധനയുമായിട്ട് ഇതിന്റെ സാമ്യതകൾ വളരെയധികമുണ്ട്. സൂര്യപ്രാധാന്യമുള്ള ഉത്തരായനം കഴിഞ്ഞ് ചന്ദ്രപ്രാധാന്യമുള്ള ദക്ഷിണായനം പൂർത്തിയാകുന്നതിന്റെ ഇടയിലുള്ള ഒരു സന്ധിയാണ് നമ്മൾ മകരസംക്രാന്തി എന്ന് പറയുന്നത്. അപ്പോ സൂര്യന്റെയും ചന്ദ്രന്റെയും അഥവാ പകലിന്റെയും രാത്രിയുടെയും സന്ധികാലം അഥവാ ത്രിസന്ധ്യ എന്ന് നമ്മൾ പറയുന്നത് അഗ്നി സ്വരൂപമാണ്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ദക്ഷിണായനവും ഉത്തരായനവും സന്ധ്യയാകുന്ന സംക്രാന്തി അതായത് അഗ്നി സ്വരൂപം തന്നെയാണ്. ആ ദക്ഷിണായനം എന്ന് പറയുന്ന ചന്ദ്രനാഡി ശാന്തമായി ദക്ഷിണായനം പര്യവസാനിക്കുന്ന സംക്രാന്തിയുടെ സന്ധ്യാസമയത്ത് പ്രകൃതിയുടെ സുഷുമ്ന നാഡി പെട്ടെന്ന് ഉണരും. ഉള്ളിൽ നടക്കുന്ന അതിന്റെ ബാഹ്യ സ്വരൂപം എന്ന ആ ഒരു സംക്രാന്തി താരം അതായത് മകരജ്യോതി അവിടെ ആവിർഭവിക്കുന്നു. ബോധരൂപമായിരിക്കുന്ന ആകാശത്തിൽ ഉദിക്കുക എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ സമയത്ത് പ്രകൃതിയുടെ അഗ്നിനാഡിയായിരിക്കുന്ന സുഷുമ്നയാണ് ഉണർന്നത് എന്ന ആ ഒരു പൂർണ്ണമാക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് ശ്രീ ശബരീശന്റെ ദീപാരാധന നടക്കുന്നത്. ദീപം എന്ന് പറഞ്ഞ അഗ്നി തന്നെയാണ്, ഇല്ലേ? ശാസ്ത്രപരമായിട്ട് അഗ്നി സ്വരൂപമാർന്നത് 7 എണ്ണമാണ്. അതുകൊണ്ടാണ് അഗ്നിക്ക് 7 നാവുകൾ എന്ന് പറയുന്നത്. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, നക്ഷത്രം, വൈദ്യുതി അതായത് ഇടിമിന്നല്, ബോധം, ഈശ്വരൻ. ഈ 7 ഇവയാണ് 7. ഇതിൽ ആദ്യത്തെ 5 എണ്ണം കണ്ണുകൾക്ക് ഗോചരമാണ്. പ്രപഞ്ചത്തിലെ ആ ഒരു അതിരുകൾ 4ആയി പ്രകടമാകുന്നത് പോലെ സൂര്യനിൽ തുടങ്ങി നക്ഷത്രത്തില് പര്യവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ക്രമത്തിൽ വായിച്ചെടുത്താല് ഉത്തരായനം എന്ന് പറയുന്നത് സൂര്യൻ, ദക്ഷിണായനം എന്ന് പറയുന്നത് ചന്ദ്രൻ, സംക്രമ സന്ധ്യ എന്ന് പറയുന്നത് അഗ്നി, മകരജ്യോതി എന്ന് പറയുന്നത് നക്ഷത്രം,
ആ ഒരു അത്ഭുത അനുഭൂതി, അതായത് മിന്നൽ, ഇങ്ങനെ ആ ഒരു പരിണമിച്ച് ആ ഭക്തന്റെ ബോധതലത്തിലെ ഉണർവ്, അതായത് ആറാമത്തെ അഗ്നിയായിട്ട് ഭഗവാന്റെ കൃപാ സാന്നിധ്യം ഏഴാമത്തെ അഗ്നിയായിട്ട് നമുക്ക് കാണണം. അതാണ് ആ ഒരു കർപ്പൂര മഹാ ആഴി എന്ന ധർമ്മശാസ്താവിന്റെ യോഗകുണ്ടത്തില് ഭക്തന്റെ ഹൃദയപത്മമാകുന്ന ഹവിസിനെ സ്വീകരിക്കുന്ന ജ്ഞാനാഗ്നിയുടെ 7 നാവുകളും ഒരുപോലെ പ്രകടമാകുന്ന ഒരു പൂർണ്ണാഹൂതി മുഹൂർത്തം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മകര സംക്രാന്തി അല്ലെങ്കിൽ മകര സംക്രമ സന്ധ്യ എന്നൊക്കെ പറയുന്നത്. അവിടെ ഒരു പൂർണ്ണാഹുതി മുഹൂർത്തമാണ്. അതുകൊണ്ട് ഏത് പൂജയുടെയും അവസാനം നമ്മൾ എന്താ ചെയ്യുക? ഹോമത്തിന്റെ അവസാനം പൂർണ്ണാഹൂതി, എല്ലാ സമിത്തുക്കളും ഒരുമിച്ച് അഗ്നിയിലേക്ക് ഹോമിക്കുക. അപ്പൊ ഈ സംക്രാന്തി മുഹൂർത്തത്തിൽ ഒരു നക്ഷത്രം ഉദിച്ചേ പറ്റുള്ളൂ. അത് നമുക്ക് ഉറപ്പാണ്, ഇല്ലേ? അത് നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അത് തന്നെയാണ് നമ്മൾ കാണുന്ന ആ പുണ്യമായിരിക്കുന്ന മകരജ്യോതി. ഇനി സംക്രാന്തി ദിവസം ദീപാരാധന സമയം ആകാശത്ത് മകരജ്യോതി ഉദിക്കുമ്പോൾ ആ സന്നിധാനത്ത് സന്നിഹിതരായിരിക്കുന്ന സർവരുടെയും മനസ്സില് ആ ഒരു ദേഹത്തിൽ ഒരുപോലെ ദേഹത്തിൽ ഒരുപോലെ ഈശ്വര ജ്യോതിയെ അനുഭവ വേദ്യമാക്കുക, അതായത് സുഷുമ്ന നാഡി ഉണരുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യവും. നമ്മുടെ ബോധം പോലെ വിശാലമായിരിക്കുന്ന ആകാശ പരിധിയിൽ ഒരു നക്ഷത്രമായിട്ട് നമ്മൾ അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ പ്രാചീന കാലങ്ങളിലെ ശബരിമല എന്ന മുക്തിധാമത്തില് ജ്ഞാനപീഠത്തിൽ അമരുന്ന യോഗാരൂഢനായിരിക്കുന്ന ആ മഹാഗുരുവിനെ ദർശിച്ചിട്ടുള്ള പൂർണ്ണ വ്രതനിഷ്ഠരായ സാധകന്മാർക്ക് ഒരേ സമയത്തുള്ള ആന്തരിക സ്പന്ദനമായിരിക്കാം പ്രകൃതിയില് ഒരു നക്ഷത്രമായിട്ട് പരിണമിച്ച് ഉദിച്ചിരുന്നത്. അതിനുള്ള വീഴ്ചകളോ നിഷ്ഠക്കുറവോ കൊണ്ടാവാം ഇന്ന് മകരജ്യോതിയെ നമ്മൾ ആ ഒരു യഥാർത്ഥ നക്ഷത്രത്തെ അപൂർവം ചില ജനങ്ങൾക്ക് മാത്രമേ കാണാൻ സാധിക്കുന്നത് ഉള്ളൂ. ഇന്ന് നമുക്കറിയാം ശബരിമല ദർശനം എങ്ങനെയാണ് നടത്തുന്നത്, ഒരു വഴിപാട് പോലെ, അല്ലെ? ഇന്ന് മാലയിടുക, നാളെ പോയി തിരിച്ചു വരിക. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഈ യോഗം, ഈ ഒരു തപശ്ചര്യയിലൂടെ മാത്രം ലഭിക്കേണ്ട യോഗമാണിത്. അപ്പൊ ഈ ദർശന അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആ പൂർണ്ണമായിരിക്കുന്ന ഒരു തപശ്ചര്യയിലൂടെ 41 ദിവസത്തെ വ്രത അനുഷ്ഠാനങ്ങളിലൂടെ മാത്രമേ നമ്മൾ ആ തത്വമസി മഹാവാക്യം നമുക്ക് പറഞ്ഞു തരുന്ന ശബരീശ പീഠത്തിൽ എത്താവൂ. എങ്കിൽ മാത്രമേ ആ പുറത്തുള്ള മകര ജ്യോതി ദർശനം നമ്മുടെ ഉള്ളിലും സംഭവിക്കുകയുള്ളൂ. ഇനി നമ്മൾ 12ാമത്തെ തത്വത്തിലേക്ക് കടക്കുകയാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ കറുപ്പ് മുണ്ടും മാലയും. വളരെ എന്താ പറയാ, നമ്മളെ ആ ഒരു അമ്പലങ്ങളിലൊക്കെ വൃശ്ചിക മാസത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും കറുത്ത വസ്ത്രം ധരിച്ച് നമ്മൾക്ക് പോകുന്ന കാണാം, അല്ലെ? അപ്പോ ശബരീശ വസ്ത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും നീലയാണ്. അപ്പോ എന്താ പറയാ, ഒരു വിശാലം എന്നാണ് അതിന്റെ അർത്ഥം. നീല എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ നിറമാണ്, അല്ലെ? കറുപ്പ് സാധാരണ കുറവിന്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത്. അതിനെ നിറയ്ക്കാനാണ് നമ്മൾ അയ്യപ്പനെ കാണുന്നത്, കുറവുകളെല്ലാം മാറ്റാൻ, അല്ലെ? കലിയുഗ നിറമാണ് കറുപ്പ്. ഇപ്പൊ ജീവിതയാത്രയ്ക്ക് ആ ഒരു കൽപ്പത്തിന്റെ അന്ത്യസമയത്തെത്തി. ജീവിതയാത്രയിൽ നമുക്ക് എന്തൊക്കെയോ കുറവുകൾ സംഭവിച്ചു, അതിനെ നിറയ്ക്കണം, പൂർണ്ണമാക്കണം, അല്ലെ? വെളുപ്പ് എന്ന് പറയുന്നത് എന്താണ്? 7 നിറങ്ങൾ റിഫ്ലക്ട് ചെയ്യും അതല്ലേ. കറുപ്പെന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ഒരു നിറവും റിഫ്ലക്ട് ചെയ്യില്ല, എല്ലാം ആഗീരണം ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ നമ്മുടെ റിഫ്ലക്ഷൻ കുറഞ്ഞു എന്നർത്ഥം. സപ്തഗുണങ്ങളാണ് വർണ്ണങ്ങൾ എന്ന് പറയുന്നത്, അതിന്റെ കുറവാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ എന്താ പറയാ, പ്ലസും മൈനസും എല്ലാം നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? ഇന്ന് നമ്മുടെ കുറവുകൾ നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ 18 പടി കയറി അവിടെ എത്തുമ്പോൾ ഭഗവാൻ എന്താണ് നമ്മളോട് പറയുന്നതെന്ന് ചോദിച്ചാല് തത്വമസി, അത് നീയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? കറുപ്പാണ്, അല്ലെ? അപ്പോ ഈശ്വരൻ എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. സാധാരണ കാണുന്നതിൽ നിന്നും വളരെ ഭിന്നമായിട്ടുള്ള ഒരു വസ്ത്രധാരണമാണ് ശബരിമല വ്രതക്കാലത്ത് ഉപാസകർക്ക് വിധിച്ചിട്ടുള്ളത്. കറുപ്പ് അല്ലെങ്കിൽ നീല വസ്ത്രം, അതാണ് മുണ്ട്, കച്ച, തോർത്ത് എന്താണെങ്കിലും ഈ നിറത്തിലുള്ളവയാണ് സാധാരണ അയ്യപ്പ ഭക്തന്മാർ ധരിക്കാറുള്ളത്. തുളസി കൊണ്ടുള്ള മാല, ചന്ദനമോ ഭസ്മമോ രണ്ടും കൂടി ചേർത്ത കുറി, മുറിക്കാത്ത താടി രോമങ്ങള്, ഒരു അയ്യപ്പ ഭക്തന്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ്. മണ്ഡല വ്രതധാരികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ കണ്ടാല്. നിറങ്ങൾക്ക് ആധ്യാത്മികതയിൽ വലിയൊരു സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് ഉപാസനയിലും ക്രിയാകാണ്ഡങ്ങളിലും നിറങ്ങൾ ഏറ്റവും വലിയ അനുഷ്ഠാന ഘടകങ്ങൾ തന്നെയാണ്. നിറം, ഗുണം, രൂപം, ഭാവം, ക്രിയ, ഈ 5 അടിസ്ഥാന മൂലകങ്ങളാണ് സൃഷ്ടിയുടെ ലക്ഷണമായിട്ട് തന്ത്രശാസ്ത്രം പറയുന്നത്. അതായത് ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഏതിനും ഒന്നോ അതിലധികമോ നിറങ്ങൾ ഉണ്ടായിരിക്കും.
ഈ നിറങ്ങളുടെ സൂചനയാണ് ഗുണം. അവയിൽ നമുക്ക് ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞ 3 നിറങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അത് പറയുന്നത്. അതനുസരിച്ചുള്ള രൂപവും അതിനുണ്ട്. ഇപ്പൊ ഗുണങ്ങളുടെ പ്രകടമായിരിക്കുന്ന ഭാവങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുന്നുമുണ്ട്. അപ്പൊ ഭാവങ്ങൾക്കനുസരിച്ച് എന്താ പറയാ, ചലനങ്ങൾ അഥവാ കർമ്മങ്ങളായിട്ട് അതിന് ചെയ്യാൻ കഴിയുന്നു. അപ്പോ പ്രകൃതിയിൽ ഓരോന്നിനെ കണ്ടാൽ അത് എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, നമുക്ക് അതിന്റെ ഗുണം വെച്ച് നമുക്ക് അറിയാൻ സാധിക്കും, ഇല്ലേ? ഒരു മാൻകുട്ടിയെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു സർപ്പത്തിനെ കണ്ടാൽ, മേൽപ്പറഞ്ഞതെല്ലാം ആ ജീവിയുടെ ഉള്ളിൽ എന്താണ് അതിന്റെ സ്വഭാവം എന്ന് ഉടനെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോ എന്താണോ അകത്തുള്ളത് അത് ഗുണങ്ങളിലൂടെ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഗുണം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? നമ്മുടെ സ്വഭാവമാണ് ഗുണത്തെ കാണിക്കുക. ഇപ്പൊ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട എന്തിനും നിറവും രൂപങ്ങളും അടങ്ങിയ ആ നിറം, രൂപങ്ങൾ തുടങ്ങി ഈ പറഞ്ഞ 5ഉം ഉണ്ടെങ്കിൽ ലോകത്ത് സൃഷ്ടിക്കപ്പെടാത്ത അഥവാ സ്വയംഭൂവും എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള ഈശ്വരന് മേൽപ്പറഞ്ഞ 5ഉം ഉണ്ടായിരിക്കും, ഇല്ലേ? ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ 5ഉം ലേനം ചെയ്തിരിക്കുകയാണെന്ന് അർത്ഥം. അതായത് ഈശ്വരന് രൂപമില്ല, നിറമില്ല, ഭാവമില്ല, കർമ്മമില്ല. ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും ഈ 5 ഉണ്ടും താനും. അഥവാ ഈ 5 ഇല്ലാതെ സൃഷ്ടിയിൽ ഒന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന നിറത്തിന്റെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. വെള്ള, മഞ്ഞ, ചുവപ്പ്, നീല, പച്ച, ഇങ്ങനെയുള്ള 5 ആ ഒരു ഉൽപ്പന്ന വർണ്ണങ്ങളെയാണ് നമ്മൾ പ്രധാന വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഈ സൃഷ്ടിയിൽ ഈ പ്രധാന വർണ്ണങ്ങൾ തന്നെയാണ് ഉള്ളത്. ശാസ്ത്രങ്ങൾ ഇതിനെ ക്രമേണ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയുടെ നിറങ്ങളായിട്ട് പറയുന്നു. ഇതിന് പ്രത്യക്ഷ ദൃഷ്ടി കൊണ്ടും നമുക്കറിയാം, ഭൂമിക്ക് സർവത്ര പച്ച നിറമാണ്, അല്ലെ? അപ്പൊ ഗഹനമായിരിക്കുന്ന ആ ഒരു ജലത്തിന് നീല നിറം, അഗ്നിക്ക് ചുവപ്പ് നിറം, വായുവിന്റെ അവസ്ഥ മഞ്ഞ നിറത്തോട് പറയുന്നുണ്ട്. ആകാശം സൂക്ഷ്മമായതുകൊണ്ട് അതിനെ വെളുപ്പ് നിറം എന്നും പറയപ്പെടുന്നു. എന്നാൽ തന്ത്രശാസ്ത്രം പരമോന്നതമായി പറഞ്ഞിരിക്കുന്ന നിറം കറുപ്പാണ്. അതിനെ നിറമില്ലായ്മ എന്നതും കറുപ്പ് നിറം എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. വാസ്തവത്തിൽ യാതൊരു നിറവുമില്ലാത്ത അവസ്ഥയാണ് കറുപ്പെന്ന് പറയുന്നത്. രാത്രിയെ നമുക്ക് നോക്കുകയാണെങ്കിൽ രാത്രി നിറമില്ലാത്തതാണ്, ഇല്ലേ? കറുത്തതുമാണ്. അപ്പൊ ലോകത്തിന്റെ യഥാർത്ഥ നിറം എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഗഹനമായിരിക്കുന്ന ഇരുളാണ്, അല്ലെ? ആ ഒരു ആനന്ദത്തിന്റെയും അനന്തതയുടെയും ആത്മാവിന്റെയും പ്രതീകമാണത്. കാളിയും കൃഷ്ണനും കറുത്തതാണെന്ന് പറയുന്നതിന്റെ രഹസ്യം ഇതാണ്. വെളിച്ചം പല രൂപങ്ങളെ സൃഷ്ടിക്കുന്നു. അതായത് പ്രകാശത്തിന്റെ മുമ്പിൽ നാം ഭിന്നത്വങ്ങളെ, ഏകമായിരിക്കുന്ന സത്യങ്ങളെ വേറിട്ട് ഓരോന്നായിട്ട് കാണുന്നു. അതായത് ഭേദബുദ്ധി മനുഷ്യനിൽ ഉണ്ടാകുന്നു എന്നർത്ഥം. എന്നാൽ ജീവനും ബ്രഹ്മവും ഏകമായിരിക്കുന്ന, അതായത് അദ്വൈതത്തില്, ആ ഒരു ദാസനും ഭഗവാനും ഒന്നാകുന്ന ഭക്തിയോഗത്തില്, ആ ഒരു മോക്ഷത്തില്, അതായത് കർമ്മം, ആ എന്താ പറയാ, ഭക്തി, മോക്ഷം, കർമ്മം ഇതെല്ലാം ഒന്നാകുന്ന ഉപാസനയില് ഇതെല്ലാം തന്നെ എന്താണ്, ഏകാത്മകമായിട്ട് സമ്മേളിക്കുന്ന ശബരിമല സന്നിധാനത്തിലാണ് ആ അനന്തതയുടെ, അതായത് ഒരുമയുടെ, ജാതി മത വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ, പണ്ഡിത പാമര ഭേദമില്ലാതെ സമത്വത്തിന്റെ ആ ഒരു ഏക ലോകം തീർക്കാനുള്ള സങ്കല്പം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ വ്രതാനുഷ്ഠാനവും തീർത്ഥയാത്രയുമായിരിക്കുന്ന അയ്യപ്പൻ വ്രതത്തില് സ്വാമിയും താനും ഒന്നാണ്. ആ അദ്വൈത ബുദ്ധിയോടുകൂടിയാണ് കറുപ്പ് വസ്ത്രങ്ങൾ നമ്മൾ അണിയേണ്ടത്. ശൈവ വൈഷ്ണവ സമന്വയം കാട്ടുവാനാണ് രുദ്രാക്ഷവും തുളസിമാലയും ഭസ്മ ചന്ദനക്കുറികളും അണിയുന്നത്. മാത്രമല്ല, ഭസ്മം ആത്മബോധത്തെ ഉണർത്തുന്നു, ചന്ദനം ധർമ്മബോധത്തെ പരിപാലിക്കുന്നു, രുദ്രാക്ഷം വിരക്തിയെ കാണിക്കുന്നു, സംയമനം നേടാൻ സഹായിക്കുന്നു, തുളസി ഈശ്വര ചരണത്തിൽ ഭക്തി നിലനിർത്തുന്നു. ഇങ്ങനെ ഏത് വഴിയെടുത്താലും ആ ഒരു ശിവ വിഷ്ണു സംയോഗം, അതിന്റെ അന്തസത്തയാണ് അയ്യപ്പൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അയ്യപ്പ വ്രതം നോക്കുന്ന ഒരാൾ താടിരോമങ്ങളെ നഖം മുറിക്കരുതെന്നാണ് പറയപ്പെടുന്നത്. കാരണം തപസ്സിന്റെ ശീലത നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് അങ്ങനെ പറയുന്നത്. ഭൗതിക ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള സൗകര്യത്തിനായും അതിനുള്ള ആകർഷണീയത വർദ്ധിപ്പിക്കാനാണ് സാധാരണ ജനങ്ങള് രോമ നഖാദികളൊക്കെ ഒരുക്കി നിർത്തുന്നത്, അല്ലെ? മണ്ഡലകാലം എന്ന് പറഞ്ഞാല് ഭോഗത്തിന്റെ ത്യാഗമാണ്. അവിടെ ആകർഷണീയതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. മാത്രമല്ല, എങ്ങനെയാണോ ഈശ്വരൻ ഈ ശരീരത്തെ സൃഷ്ടിച്ചത്, അവിടെ നഖരോമാദികൾ യഥേഷ്ടം വളർന്നുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ജീവാത്മാ ഭാവത്തില് ആ ഒരു തനത് പ്രതിരൂപമാണ് നഖരോമാദികൾ. മുറിക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു മുറിക്കാത്ത അവസ്ഥ അതിനെയാണ് കാണിക്കുന്നത്. ആദി പിതാവിന്റെ സവിധത്തിലേക്ക് ചെല്ലുന്ന ആ ഒരു തനത് ഭാവത്തിൽ ഞാൻ ആരാണോ അങ്ങനെ
ആ ഭാവത്തിൽ വേണം ഭഗവാന്റെ മുന്നിലേക്ക് ചെല്ലാൻ. മാത്രമല്ല, ദേഹബോധം അതിജീവിക്കാതെ ആത്മബോധം സംജാതമാകില്ല. അപ്പൊ ദേഹബോധം ഇല്ലാതാകുന്നത് ദേഹത്തെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ്. അവിടെയാണ് ഒരാള് ആത്മാന്വേഷണകനായി തീരുന്നത്. അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആത്മബോധം നമ്മളിൽ ഉണരുന്നത് അപ്പോഴാണ്. അപ്പൊ ഇതാണ് മണ്ഡലകാലത്തിന്റെ വൃതചിഹ്നങ്ങളിൽ നിന്ന് സാമാന്യമായിട്ട് നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടുള്ള തത്വങ്ങൾ. അടുത്ത 13ാമത്തെ തത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 18 തത്വങ്ങളെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇരുമുടിക്കെട്ട് അല്ലെങ്കിൽ വള്ളിക്കെട്ട്, അല്ലെ? നമ്മൾ വളരെ കേരളത്തിലുള്ള ഭക്തന്മാര് വിളിക്കുന്ന കേട്ടിട്ടുണ്ട്, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തൈ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ. വളരെ മനോഹരമായിരിക്കുന്ന മുറതെറ്റാത്ത ഈരടികൾ, അല്ലെ? ശബരിമല തീർത്ഥാടനത്തിന്റെ ആ ഒരു സരള സൗന്ദര്യം, അതിന്റെ ഗാംഭീര്യം എല്ലാം ഈ വരികളിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം മറ്റെല്ലാ മുദ്രകളെയും പോലെ തന്നെ നമുക്ക് എന്താ പറയാ, ഇരുമുടിക്കെട്ട്, മുദ്രധാരണം എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ് മുദ്രധാരണം അല്ലെങ്കിൽ അടയാളമാല? ഹനുമാൻ സീതാദേവിയെ കാണാൻ ചെന്നപ്പോൾ രാമദൂതനാണെന്ന് അറിയിക്കാനാണ് കൊടുത്തത്, അല്ലെ? ഒരു അടയാളമാല കൊടുത്തു. ഞാൻ മാല ഇടുമ്പോൾ ഞാൻ എന്ന ബോധം, ആ ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാല ഇടുന്നത്, അല്ലെ? അപ്പൊ നമ്മളെ ഒന്ന് അലേർട്ട് ചെയ്യണം. അതായത് ഒരു സ്വാമിക്ക് വേണ്ട ആഹാരം, ചിന്ത, പ്രവൃത്തിയൊക്കെ കുറിച്ച് ജാഗ്രത, അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്ട് എന്നിവ ഒരു സ്വാമി എന്ന് വിളിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകണം, അല്ലെ? അത് മറ്റുള്ളവരിൽ നിന്ന് നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് ഉയർന്ന ഒരു ജീവിത ശൈലി സ്വീകരിക്കുന്നു, ഒരു സെൽഫ് മോട്ടിവേഷൻ. ആ ചിന്തയാണ് മുദ്രാമാല നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ അയ്യപ്പനുണ്ട്. അപ്പൊ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാക്കും. സ്വാമിന്ന് നമ്മളെ വിളിക്കുമ്പോൾ ഞാൻ ആ തലത്തിലേക്ക് ഉയർന്നു എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ എന്താ വരുന്നത്? കർമ്മങ്ങൾ ശുദ്ധമാകുന്നു. അപ്പൊ മറ്റുള്ളവർക്കും നാം എന്താണ്, ആ ഒരു ബഹുമാന്യ യോഗ്യമായിട്ടുള്ള ഒരു വസ്തു നമ്മളിൽ ഉണ്ട്, അത് ഈശ്വരനാണ്, അല്ലെ? അപ്പൊ ആ മറ്റുള്ളവരുടെ ദുഷ്പ്രവർത്തികളിൽ ഭാഗവാക്കാക്കണം. അതിനി ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ല. ആ എന്തെങ്കിലും മറ്റുള്ളവർ ദുഷ്ടപ്രവർത്തികൾ നമ്മൾക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാം. ആ ഈശ്വരൻ നമ്മോടൊപ്പം ഉണ്ട്. ഈ ചിന്തകളെല്ലാം തന്നെ നമുക്ക് മുദ്രധാരണം എന്ന് പറയാം. ഇനി നമുക്ക് ഇരുമുടിക്കെട്ടിന്റെ നമ്മൾ ആദ്യമായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ, ഇരുമുടി എന്ന് പറഞ്ഞാൽ ഒന്ന് മുൻമുടി, അത് ഭഗവാനുള്ളത്, ഭക്തനുള്ളത് പിൻമുടി. അപ്പൊ ഈശ്വരീയത എന്ന് പറയുന്നതാണ് മുൻമുടി, പിൻമുടി എന്ന് പറയുന്നത് ഭൗതികത, അല്ലെ? അപ്പോ ആ ഒരു എനർജി മാറ്റർ എന്ന് പറയുന്നതാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. മുൻമുടി എന്ന് പറഞ്ഞാൽ വലുതാണ്, ഭൗതിക തലത്തിനേക്കാൾ ഉയർന്നതാണ്. അതുകൊണ്ടാണ് അതിനെ എന്താ പറയാ, ആത്മീയ തലം എന്നൊക്കെ പറയുന്നത്. ഭൗതിക തലം നന്നായി പോണെങ്കിൽ എന്ത് വേണം? നമ്മുടെ ആത്മീയ തലം ഉയർന്നതായിരിക്കണം. ഭൗതിക തലത്തിനാണ് നാം ജീവിതം മുഴുവനും പ്രാധാന്യം കൊടുത്ത് ചിലവഴിക്കുന്നത്. എന്തൊക്കെയാണ്? നല്ല വീട്, ഭക്ഷണം, നല്ല സ്കൂള്, വിദ്യാഭ്യാസം, എല്ലാ ഭൗതികങ്ങളും നന്നായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്, അല്ലേ? അതിനുവേണ്ടിയാണ് ജീവിതം ചെലവഴിക്കുന്നത് തന്നെ. എന്നാൽ ആത്മീയ തലത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിത പുരോഗതി. നമ്മുടെ ശരീരമാകുന്ന ആ ഒരു കാറിന് പെട്രോള്, സർവീസ്, വിശ്രമം എല്ലാം കൊടുക്കും. എന്നാൽ ആ ഒരു ഡ്രൈവർക്ക് ഭക്ഷണമുണ്ടോ? ഇല്ലേ? ആത്മാവിനെ ശ്രദ്ധിച്ച് ആത്മീയ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? സത്സംഗമാണ് ഈ പറയുന്ന എന്താ പറയാ, ആത്മാവിനുള്ള ആഹാരം. ഇപ്പൊ മെഡിറ്റേഷൻ സത്സംഗങ്ങളൊക്കെ ആ മനസ്സിന് റെസ്റ്റ് കൊടുക്കണം. നമ്മളത് കേൾക്കണം. അതായത് ആ ഒരു നെഗറ്റീവായിട്ടുള്ള വേസ്റ്റുകളെല്ലാം കളയണം. ശരിക്കും പറഞ്ഞ വേസ്റ്റ് തോട്ട്സ് അതിനെ കളയുകയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ ആണ്, നമ്മുടെ ആത്മാവിന് കൊടുക്കുന്ന ഒരു മരുന്നാണിത്. ഇപ്പൊ എല്ലാ സമസ്യകൾക്കും സമാധാനം നമ്മളിൽ തന്നെ ഉണ്ട്. പരമാത്മാവിലേക്ക് കണക്ട് ചെയ്യണം. കാരണം ഭാരതം എന്ന് പറയുന്നത് ആധ്യാത്മിക സമ്പത്തിന്റെ മൂല്യമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ മുൻമുടി എപ്പോഴും ഉയർന്നു നിൽക്കണം. ആത്മീയതയുടെ കുറവ് കൊണ്ടാണ് നമ്മള് ആത്മഹത്യകളൊക്കെ ഇവിടെ നടക്കുന്നത്. ഭൗതികതയ്ക്കൊപ്പം ആത്മീയത ബാലൻസ് ചെയ്യുന്നില്ല. നല്ലത് എന്നത് നമ്മൾ എന്താ പറയാ, ആ ഒരു ആധ്യാത്മികതയിലൂടെ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെ? അപ്പൊ ഇരുമുടിക്കെട്ട് തലയിൽ വയ്ക്കുന്നു. തല എന്നത് എന്താണ്? നമ്മുടെ ആജ്ഞാചക്രത്തിൽ ഇരിക്കുന്ന ജീവാത്മാവിന്റെ സ്ഥാനമാണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രവർത്തികളുടെ ഇൻപ്രിൻസ് എല്ലാം, അല്ലെ, പ്ലസ് ആയിട്ട് മൈനസ് ആയിട്ട് രണ്ട് സഞ്ചികളിൽ പതിക്കുന്നത്.
അപ്പൊ നമ്മുടെ തലയിലെഴുത്ത് നിശ്ചയിക്കുന്നത് എന്താണ്? ഈ പ്ലസ് ആൻഡ് മൈനസുകളാണ് നമ്മുടെ കർമ്മത്തെ തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പൊ ആത്മീയതയുള്ള ഒരു വ്യക്തിക്ക് ഏത് നെഗറ്റീവ് സിറ്റുവേഷനെയും പോസിറ്റീവ് ആക്കാൻ സാധിക്കും, അല്ലെ? വി ആർ ദ ക്രിയേറ്റർ ഓഫ് അവർ ഓൺ ഡെസ്റ്റിനി. ഇപ്പൊ നെഗറ്റീവിനെ എല്ലാം ആത്മീയ ചിന്ത കൊണ്ട് പോസിറ്റീവ് ആകാൻ സാധിക്കും. ഇരുമുടിക്കെട്ട് ഇത് തലയിൽ വെക്കുമ്പോൾ നമ്മുടെ പ്ലസ് ആൻഡ് മൈനസ് ആജ്ഞയിലെ ആ ഒരു കമ്പ്യൂട്ടറിൽ എപ്പോഴും ഇൻപ്രിൻസ് ആയിട്ട് വീണുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നല്ല, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം. ഇപ്പൊ ജീവിതയാത്രയ്ക്ക് മല ചവിട്ടൽ, അതായത് ഇവിടെ ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ ഇരുമുടി കെട്ടാകുന്ന കർമ്മ ബുക്കിൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? മനസാക്ഷിയാണ് അവിടുത്തെ ജഡ്ജ്. ആരാണ് ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്? മനസ്സിന് സാക്ഷിയായിട്ടിരിക്കുന്ന ആരാ? സാക്ഷാൽ ഭഗവാൻ, അല്ലെ? എനിക്ക് കിട്ടുന്നതല്ല ഞാൻ എന്ത് കൊടുക്കുന്നു, എങ്ങനെ എടുക്കുന്നു എന്നതാണ് ആ കെട്ടു നിറയ്ക്കുക എന്ന് പറയുന്നത്. ഇത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. കാരണം നാം ചിന്തിക്കണം, കുട്ടിക്കാലം മുതൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ നമുക്ക് ആർക്കും, അതായത് നമ്മുടെ വാക്കും പ്രവൃത്തിയിലും എത്ര പ്ലസ് ഉണ്ടായി, എത്ര മൈനസ് ഉണ്ടാക്കി, എന്റെ ഏത് ഘട്ടാണ് വലുത്, നമ്മുടെ ബന്ധുക്കളെ, മിത്രങ്ങളെ, കുടുംബാംഗങ്ങൾ എല്ലാവരോടും നമ്മുടെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു, നാം തന്നെ അത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് ഇനി ബാക്കി യാത്ര ചെയ്യണം. അതായത് നെയ്യ് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ശരണഘോഷത്തോടു കൂടി സ്വാമിയെ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മൾ നെയ്ത്തേങ്ങ നിറയ്ക്കുന്നത്, അല്ലെ? അപ്പൊ തേങ്ങ 3 കണ്ണുള്ളതാണ്. 3-ാം കണ്ണ് തുറന്നാണ് നെയ്യ് നിറയ്ക്കുന്നത്. അപ്പൊ ശരീരം തേങ്ങയായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം. 2 കണ്ണുകൾ എന്ന് പറയുന്നത് മാംസചക്ഷുസുകളാണ്. അത് ബാഹ്യ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. നമുക്ക് 3-ാം കണ്ണുണ്ട്. എന്താണത്? അകക്കണ്ണ്, അറിവിന്റെ നേത്രം. അതിനാണ് നമ്മൾ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്, ആത്മസാക്ഷാത്കാരം. അതാണ് യഥാർത്ഥ കണ്ണ്, അല്ലെങ്കിൽ റിയൽ ഐ. അത് തുറക്കണം. അതാണ് തുറക്കേണ്ടത്, അല്ലെ? തിമിരം ബാധിച്ച ഈ കണ്ണ് തുറക്കുന്ന ആളാണ് വൈദ്യനാഥൻ എന്ന് പറയുന്ന സാക്ഷാൽ ശിവൻ, അല്ലെ? അകക്കണ്ണ്. അപ്പൊ ശരീരം വീടാണെങ്കിൽ വിളക്കാണ്, ആത്മജ്യോതി. ആ വിളക്ക് എവിടെയാ ഇരിക്കുന്നത്? അത് നെറ്റിയിലാണ്, അല്ലെ? ഹൃദയത്തിലാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മൾക്കും ഇത് അറിയണം. ഹൂ ആം ഐ? നമ്മൾ ചോദിക്കുന്നത് ആരാണ് ഞാൻ, അല്ലെ? ഈശ്വര ദർശനം കിട്ടുമ്പോൾ നാം എന്താണ്? ആ മാംസചക്ഷുസ് അടച്ച് ഉൾക്കണ്ണ് തുറന്ന് അകത്തെ കാണുന്നു. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ എല്ലാം നമ്മുടെ സഹോദരന്മാരായിട്ട് കാണുന്നു. ജാതി മത ഭേദമന്യേ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ എല്ലാവരിലും ഈ ആത്മസത്യമാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നാനാത്വത്തിൽ ഏകത്വം, ഇല്ലേ? അതാണ് ഭാരതത്തിന്റെ മുഖമുദ്ര. ശരീരമാകുന്ന ആ ഒരു പുറന്തോട് ആ ഒരു എന്താ പറയുക, ചിന്തിച്ച് നമ്മൾ അതിനെ മാറ്റണം. നെയ്യ് കട്ട പിടിക്കണം, ബോധം പരിപക്വമാകണം, ജാതി മത ലിംഗ സ്ഥാനമാനങ്ങളെല്ലാം മറക്കണം. ആ ഈഗോ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാല് ആ ബോഡി കോൺഷ്യസ്നെസ് മാറ്റണം. ശരീരമാകുന്ന ഈ ചിരട്ട ഉടയണം, അല്ലെ? ആ ഒരു അകക്കാമ്പ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ്. അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആ പരിപക്വത, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്. നമുക്ക് ജീവിതയാത്രയില് ആത്മീയ അവബോധത്തിൽ നമ്മൾ ജീവിക്കണം. അപ്പൊ പുരുഷൻ, അതായത് പരമാത്മാവ്, അപ്പൊ ആ ഒരു തേങ്ങ തോട് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ശരീരം ഭസ്മമാകുന്നു. കുങ്കുമം എന്ന് പറഞ്ഞാൽ എന്താ? ചൈതന്യമാണ്, അല്ലെ? ഗൃഹസ്ഥാശ്രമികൾക്കാണ് ആത്മീയ സാധന അത്യാവശ്യമായിട്ട് വേണ്ടത്. ശരീരത്തിൽ ആ ഒരു 5 തത്വം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ശരീരം വ്യത്യസ്തമായിരിക്കും, എന്നാൽ ചൈതന്യം ഏകമാണ്. കാമാഗ്നി, ക്രോധാഗ്നി ഇവ രണ്ടും മാറണം. ആത്മവിദ്യ നമ്മുടെ വാസനകളെ എല്ലാം ഇല്ലാതാക്കും. എല്ലാവരിലും അയ്യപ്പ ദർശനം ഉണ്ടായിരിക്കണം. ആ ഒരു വൈകാരികമായിട്ടുള്ള നിയന്ത്രണം, അതായത് നമ്മുടെ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക, മനസ്സ് നിയന്ത്രണം, അതാണ് ആത്മീയ അവബോധം നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പോ ആ ഒരു മുറ തെറ്റാതെ നമ്മള് പള്ളിക്കെട്ട്, ശബരിമലയ്ക്ക് എന്ന് പറയുമ്പോൾ മറ്റെല്ലാ മുദ്രകളും പോലെ വളരെ പ്രത്യേകതയുള്ള ഒരു മുദ്രയാണ് ഈ ഇരുമുടിക്കെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇതിനെ പള്ളിക്കെട്ടെന്ന് പറയുന്നത്. ലോകത്തിൽ മറ്റൊരിടത്തും ഇങ്ങനെ ഒരു അനുകരണം കാണാൻ കഴിയുകയില്ല. കാരണം എത്ര യുഗങ്ങളായിട്ട് മലയാളിക്ക് പതിഞ്ഞുപോയ ഒരു ശീലമാണിത്. ആ ആധ്യാത്മിക തത്വത്തെ പ്രകാശിപ്പിക്കുന്നതാണ് പള്ളിക്കെട്ട്, അല്ലെ? ശബരിമലയ്ക്ക് പോകുമ്പോൾ കെട്ട് നിറയ്ക്കുക. മനുഷ്യ ജീവിതത്തിന്റെ ആ ഒരു ആധ്യാത്മികമായിട്ട് വിലയിരുത്തുമ്പോൾ, അഥവാ അതിന്റെ രഹസ്യം കണ്ടെത്തുമ്പോൾ, നമ്മുടെ പൂർവാചാര്യന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ള വിശകലനമാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ രഹസ്യം. ഈ രഹസ്യം 3 നമുക്ക് നോക്കാം. കർമ്മം, ഫലം, ഭോഗം. ഇങ്ങനെ 3 ഇവയെ വേർതിരിച്ചിരിക്കുന്നത്. അപ്പൊ സാധാരണ നമ്മുടെ നാടൻ സംഭാഷണത്തിൽ പോലും കടന്നു വരുന്ന പദങ്ങളാണ് ഇതെല്ലാം തന്നെ. അത് അയാളുടെ കർമ്മഫലമാണ്, അത് അനുഭവിക്കുന്നത് അയാളുടെ കർമ്മങ്ങളാണ്, അല്ലെ? നമ്മൾ സാധാരണ പറയാറുള്ള വാക്കുകളാണ്. അയാളുടെ ഫലഭോഗങ്ങൾ കണ്ടോ,
അയാൾ എത്ര കുകർമ്മിയാണ്, അയാൾ അതൊക്കെ അനുഭവിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ തന്നെ പറയുന്ന വാക്കുകളുടെ അർത്ഥം നമ്മൾ തിരിച്ചറിയുന്നില്ല. അതായത് കർമ്മം, ഫലം, ഭോഗം, ഇത് മൂന്നും നമ്മൾ ഏറെക്കുറെ അംഗീകരിച്ചതാണ്. അതില് പൂർണ്ണമായിരിക്കുന്ന വാസ്തവികതയും ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ നമുക്കെല്ലാം വളരെയധികം നന്നായി അറിയാവുന്ന ഒന്ന് തന്നെയാണ് ജീവിതത്തിലെ കർമ്മം, അഥവാ പ്രവൃത്തി. അത് എല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റില്ലാത്ത ഒരു കാര്യമാണ്, ഇല്ലേ? അതായത് നമുക്ക് എന്ത് നേടണമെങ്കിലും അതിന് ഉപയുക്തമായിരിക്കുന്ന ഒരു പ്രവൃത്തി ആവശ്യമാണ്. അപ്പൊ നമുക്ക് എന്ത് നഷ്ടപ്പെടുന്നതും നമ്മുടെ പ്രവൃത്തിയിലൂടെ തന്നെയാണ്. ഇപ്പൊ പ്രവൃത്തിയിലൂടെ നേട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നഷ്ടവും പ്രവൃത്തിയിലൂടെ തന്നെയാണ് വന്നു ചേരുന്നത്, അല്ലെ? അത് തർക്കമറ്റ സംഗതിയാണ്. രണ്ടാമത്തേത് കർമ്മത്തിന്റെ ഫലം. ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മം ചെയ്താൽ ഉടനെ നമുക്ക് കിട്ടുന്ന അനുഭവത്തെ അല്ല, മറിച്ച് ഏതെങ്കിലും ഒരു അനുഭവം പിന്നീട് ഉണ്ടാകുന്നതിന് വേണ്ടി കർമ്മം ചെയ്ത ആളുടെ അദൃശ്യ തലത്തിൽ അയാൾക്ക് വേണ്ടി രേഖപ്പെടുത്തുന്ന ഒരു പുണ്യം, ഒരു പാപം. ധർമ്മം, അധർമ്മം, ദോഷം, ഗുണം, ഫലം, നിഷ്ഫലം, ഇല്ലെങ്കിൽ നിഷ്ഫലം, പ്രബലം, ഇങ്ങനെയുള്ള സൂചനകളാണ് ഇവ. ഇത് നമുക്ക് ദൃശ്യമല്ല, ഉടനെ നമ്മൾ അത് തിരിച്ചറിയുന്നുമില്ല. അത് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. കാരണം അവസാനം അത് ഭോഗരൂപത്തെ പ്രാപിക്കുമ്പോഴാണ് അനുഭവമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പുറത്തു വരുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന സുഖമോ ദുഃഖമോ ആയ അവസ്ഥയാണ് നമ്മൾ ഭോഗം എന്ന് പറയുന്നത്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് വെക്കൂ, ഇതിനെയാണ് നമ്മൾ കർമ്മം, ഇത് നല്ലത് എന്ന് അയാളുടെ ആത്മാവ് വിലയിരുത്തി, അതിനെയാണ് നമ്മൾ ഫലം. അതിന്റെ വെളിച്ചത്തിൽ ഇയാൾക്കൊരു മനസ്സന്തോഷം ലഭിച്ചു, അതാണ് ഭോഗം. ഇനി മറ്റൊരു രീതിയിലൂടെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, ഒരു കുട്ടി പരീക്ഷ എഴുതി എന്ന് വെക്കൂ, അത് അവന്റെ കർമ്മം. എന്നാൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് അറിയുന്നതിന് മുമ്പ് അവന്റെ അധ്യാപകൻ ഉത്തരക്കടലാസിൽ ശരിയും തെറ്റും കുറിച്ചുകൊണ്ടേയിരിക്കുന്നു. അവസാനം അവന്റെ വരികൾ മുന്നിട്ട് നിന്നാൽ അതാണ് അവന്റെ കർമ്മഫലം. അവന്റെ ശരികളാണ് അവന്റെ കർമ്മഫലം, അല്ലെ? അതനുസരിച്ച് അധ്യാപകൻ പ്രഖ്യാപിക്കുന്നു, അവൻ വിജയിച്ചു. അപ്പൊ അവനുണ്ടാകുന്ന സ്ഥാനക്കയറ്റമോ ആഹ്ലാദമോ ആണ് ഭോഗം. വളരെ സർവ്വസാധാരണമാണ്. എന്നാൽ അസാധാരണമായിരിക്കുന്ന ഈ മർമ്മം ഇവിടെ പറയാതെ ഇരുമുടിയെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. കാരണം ഇതിന്റെ പരിശ്രമത്തിൽ ഒരു തത്വ ശാസ്ത്രം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊരു വലിയ ആധ്യാത്മിക മർമ്മത്തിന്റെ പ്രകടീകരണം എന്ന് തന്നെ പറയാം. കാരണം മനുഷ്യബോധത്തിൽ പോലും എത്തിച്ചു കൊടുക്കാനുള്ള ഇരുമുടിക്കെട്ടിന്റെ വിഭാവന നമുക്ക് അംഗീകരിക്കാൻ കഴിയണം. കാരണം അല്ലെങ്കിൽ മന്ദബുദ്ധികൾക്ക് തോന്നുന്ന പോലെ മലകയറ്റത്തിന് സൗകര്യമുള്ള ഒരു പൊതിക്കെട്ടെന്ന് മാത്രമായിരിക്കും അവർ ധരിക്കുക. മുമ്പ് പറഞ്ഞ കർമ്മ ഫലഭോഗങ്ങളെ അതിനായിട്ട് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ആധ്യാത്മിക തത്വം, ആധ്യാത്മികം എന്താണ് പറയുന്നത്? മനുഷ്യന്റെ കർമ്മവും അതനുസരിച്ചുള്ള ഫലങ്ങളും അതിൽ നിന്നുള്ള ഉണ്ടാകുന്ന ഭോഗങ്ങളുമാണ് മനുഷ്യനെ ഈശ്വര പ്രാപ്തിയിൽ നിന്ന് അകറ്റി പ്രപഞ്ചത്തിന്റെ സൃഷ്ടി പ്രക്രിയയിൽ ഒരു കണമാക്കി നിത്യദുഃഖത്തിന്റെ വിധി കൊടുത്ത് ബന്ധിച്ചു നിർത്തുന്നത്, അല്ലെ? അതുകൊണ്ട് കർമ്മ ഫല ഭോഗങ്ങളിൽ നിന്നുള്ള മോചനത്തിലൂടെ പരമമായ മുക്തി എന്ന ലക്ഷ്യത്തിൽ ഒരുവനെ കൊണ്ടെത്തിക്കാതെ അവന് ദുഃഖ നിവാരണമില്ല. ഇത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ കർമ്മഫല ഭോഗങ്ങളെ ത്യജിക്കണം, അല്ലെങ്കിൽ ഈശ്വരന് സമർപ്പിക്കപ്പെടണം. ഇതെങ്ങനെയാണ് നമുക്ക് സാധ്യമാവുക? അതിനായിട്ട് 3 മാർഗങ്ങൾ ഭഗവത്ഗീത ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണവ? ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. അപ്പൊ അതിൽ ആദ്യം ജ്ഞാനയോഗത്തെ ചിന്തിക്കുകയാണെങ്കിൽ, എനിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങള് എന്റെ അസ്വാതന്ത്ര്യം, അതുകൊണ്ട് ഞാൻ കർമ്മങ്ങളെ ഉപേക്ഷിച്ചാലേ സ്വതന്ത്രനാകാൻ കഴിയൂ എന്നുണ്ടെങ്കിൽ അവൻ കർമ്മത്തെ തന്നെ ത്യജിക്കാൻ തയ്യാറാകുന്നു, അല്ലെ? അല്ലെങ്കിൽ സസൂക്ഷ്മമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ താൻ കർമ്മമൊന്നും ചെയ്യുന്നില്ല എന്ന ദൃഢനിശ്ചയത്തിൽ എത്തണം. ഇതിനാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ആളെ ജ്ഞാനി അല്ലെങ്കിൽ സന്യാസി എന്ന് പറയാം. എന്താണ് ഒരാൾക്ക് അയാളുടെ സകല പ്രവൃത്തിയും ഉപേക്ഷിച്ച് നിശ്ചലനായിരിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അത് ആർക്കും സാധ്യമല്ല. അപ്പൊ കർമ്മങ്ങളെ ഒട്ടും ത്യജിക്കാനും കഴിയാതെ വരുമ്പോൾ പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെ ത്യജിക്കുക. അതാണ് ഏറ്റവും കാമ്യമായിരിക്കുന്ന വഴി. ശുഭമായാലും അശുഭമായാലും പാപമായാലും പുണ്യമായാലും എന്താണ് തന്റെ സമ്പാദ്യമാവുക എന്ന് ചിന്തിക്കാതെ, ആ ഒരു എന്താ പറയാ, അമിതമായിരിക്കുന്ന ആസക്തി ഇല്ലാതെ ശരീരമുള്ള കാലം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അതൊരു മാർഗമാണ്. ഇതിനെയാണ് നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഭക്തിയോഗം? അത് ഏറ്റവും എന്താ പറയാ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം. എന്താണ്? ഭോഗങ്ങളെ ത്യജിക്കലാണ് ഭക്തിയോഗം. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാല്, നാം ഇന്നലെയോ ഇന്നോ നാളെയോ ചെയ്ത കർമ്മത്തിന്റെ ഏത് വിധിയായിരിക്കുന്ന ഫലം കൊണ്ടും
ഫലം കൊണ്ടും എന്നാൽ ലഭിക്കുന്ന സുഖത്തെയും ദുഃഖത്തെയും സമഭാവനയോടുകൂടി ഈശ്വര സങ്കല്പത്തോടുകൂടി സംതൃപ്തനായിട്ട് അനുഭവിച്ച് തീർക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? ഭക്തിയോഗം. ഏത് ഉപാസനാമൂർത്തിയാണോ നമ്മൾ ഭജിക്കുന്നത് ആ ഉപാസനാമൂർത്തി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം. അപ്പൊ ഇതിനെ വളരെ സരളമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജ്ഞാന കർമ്മ ഭക്തി യോഗങ്ങളെ വേർതിരിച്ചെടുക്കാൻ സാധിക്കണം. നമ്മൾ അത് അറിയണം. ജ്ഞാന ഭക്തി കർമ്മയോഗങ്ങൾ ഒരാൾ അവലംബിക്കുന്നതിന് ബുദ്ധിമാന്മാരുടെ ഉള്ള മതമാണ് ഹിന്ദു മതം. ആ ഒരു എന്താ പറയാ, ഇതിന്റെ സാമ്യത അധികമാരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ആരാധനയുമായി ബന്ധപ്പെട്ട ഈ സൂക്ഷ്മവശം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം കർമ്മം, ഫലം, ഭോഗം ഇത് മൂന്നും ശരീരത്തിന്റെ ഏത് ഭാഗങ്ങൾ കൊണ്ടാണോ പ്രകടിപ്പിക്കുന്നത് ആ ഭാഗങ്ങളിൽ, അതായത് യോഗത്തിന്റെ ചിഹ്നം ധരിക്കുക. ഇതാണ് മേൽപ്പറഞ്ഞ എന്താ പറയാ പ്രതീകമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കർമ്മഫല ഭോഗങ്ങളിലെ കർമ്മം ഏത് ശരീരാവയവം കൊണ്ടാണ് നമ്മൾ ആ ഒരു എന്താ പറയാ ശരീരാവയവം കൊണ്ടാണ് നിറവേറ്റുന്നത്? തീർച്ചയായിട്ടും കൈകൾ കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിട്ട്, ഇല്ലേ? അപ്പൊ ഫലങ്ങളോ, അത് നമ്മുടെ സങ്കല്പമാണ്. ഫലങ്ങളെ കുറിച്ചുള്ള ആകാംക്ഷയാണ്. അപ്പൊ അതിന്റെ സ്ഥാനം എവിടെയാണ്? ശിരസാണ്, അല്ലെ? അപ്പൊ ഭോഗങ്ങളാകട്ടെ അത് സുഖമായാലും ദുഃഖമായാലും അനുഭവിക്കുന്നത് ഈ മോഹം കൊണ്ടാണ്, അതായത് ഉടൽ, നമ്മുടെ ശരീരം. അപ്പൊ ഇതൊരു സാധാരണ, ഇനിയും ഒരു സാധാരണം എന്ന് പറഞ്ഞാൽ അസാധാരണ ദൃശ്യം കൂടി നമുക്ക് നോക്കണം. ഈശ്വരനെ തേടി ചെല്ലുന്ന ശ്രദ്ധാലുക്കളിൽ നമുക്ക് ഒരു സാമ്യത കണ്ടെത്താൻ കഴിയും. എന്താണ്? ഇവരെ 3 തരക്കാരായിട്ട് നമുക്ക് വേർതിരിക്കാം: സന്യാസിമാര്, സാധാരണക്കാര്, സാഹസികര്, അല്ലെ? ഇനി നോക്കുകയാണെങ്കിൽ സന്യാസിയുടെ ചിഹ്നം എന്താണ്? ഏറ്റവും പ്രധാന ചിഹ്നം സന്യാസിക്ക് ദണ്ഡും കമണ്ഡലവുമാണ്, അല്ലെ? അത് പ്രധാനമാണ്. അപ്പൊ ഈ ദണ്ഡും കമണ്ഡലവും എവിടെയാണ് ധരിക്കുന്നത്? തീർച്ചയായിട്ടും കൈകളിലാണ്. അപ്പൊ സന്യാസം അഥവാ ജ്ഞാനയോഗം സർവകർമ്മ സമർപ്പണമാണ്. അതുകൊണ്ട് കർമ്മേന്ദ്രിയമായിരിക്കുന്ന കയ്യിൽ തന്നെ ത്യാഗത്തിന്റെ ചിഹ്നങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കൂട്ടരെ നോക്കും, സാഹസികത, അതായത് ഭക്തന്മാരാണ്. അവര് തോളിൽ കാവടി എടുത്ത് ആ ഒരു ഊറ്റൻ നൃത്തങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ദേഹം ആസകലം മുറിവേൽക്കുകയോ ആയുധങ്ങൾ കൊണ്ട് കൊരുത്തിടുകയോ ചെയ്യുന്നുണ്ട് അവര്. അപ്പൊ അവര് ദേഹത്തിന് ആ ഒരു വിചിത്ര വസ്ത്രങ്ങള്, വർണ്ണങ്ങളോ ഇല്ലെങ്കിൽ ആടയാഭരണങ്ങളൊക്കെ ധരിക്കുന്നു. കഥകളി, തെയ്യം, കോലം, നമ്മൾ ഇങ്ങനെ വേഷപ്പകർച്ചകൾ കാണാറുണ്ട്, അല്ലെ? വാസ്തവത്തിൽ ദേഹം എന്നത് എന്താണ്? എന്തിന്റെ പ്രതീകമാണ്? നമ്മൾ മുമ്പ് പറഞ്ഞു, ഭോഗങ്ങളുടെ അനുഭവ സ്ഥാനമാണ് ദേഹം, അല്ലെ? അപ്പൊ തങ്ങള് ദേഹത്തിന്റെ ഭോഗാനുഭവങ്ങളെ ഏകാത്മകതയോട് ഈശ്വരന് സമർപ്പിക്കുന്നു. ഇതാണ് ഭക്തിയോഗത്തിന്റെ ആ ഒരു ഭാവം. ഇനി ജ്ഞാനയോഗം എന്താണ്? ജ്ഞാനയോഗം, ഭക്തിയോഗം ഇവയ്ക്ക് യഥാക്രമം കൈകളും ദേഹവുമാണ്. യോഗത്തിന്റെ ആ ഒരു പ്രതീകങ്ങളെ എന്തിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു? അത് ഫലത്യാഗ രൂപമാർന്ന കർമ്മയോഗത്തിന്റെ ചിഹ്നം ഏന്തുവാൻ ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം എവിടെയാണ്? ശിരസ്. അപ്പൊ സാധാരണക്കാരനായ ഭക്തജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് കർമ്മങ്ങളാണല്ലോ ഭോഗങ്ങൾ. ഭോഗങ്ങളോ അത്ര എളുപ്പം ഒഴിവാക്കാൻ സാധ്യമല്ല. അങ്ങനെ കർമ്മത്തിന്റെ ലോകത്ത് ബന്ധിക്കപ്പെടുകയും ഭോഗങ്ങളെ ബലമായി അനുഭവിക്കേണ്ടി വരും ചെയ്യുന്ന അവസ്ഥയാണ് ഗൃഹസ്ഥാശ്രമികൾക്കുള്ളത്. ആ അവസ്ഥയിൽ ഒരാൾക്ക് ഏറ്റവും അഭികാമ്യം കർമ്മയോഗം തന്നെയാണ്. വരാൻ പോകുന്ന ഫലത്തെക്കുറിച്ച് ചിന്ത ഉപേക്ഷിച്ചാൽ മതി, അല്ലെ? അപ്പൊ ചിന്തയുടെ അധിഷ്ഠാന കേന്ദ്രം ശിരസാണ്. ഫലങ്ങളെ കുറിച്ചുള്ള ചിന്തയിൽ നല്ല ഫലം ചീത്ത ഫലം എന്നോ പാപഫലം പുണ്യഫലം എന്നോ 2 സങ്കല്പങ്ങളെ ഉള്ളൂ. അയ്യപ്പൻ എന്ന യോഗീശ്വരനെ അനുസന്ധാനം ചെയ്യുന്ന ഒരുവന് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് കർമ്മഫലങ്ങളെ സമർപ്പിക്കലാണ്. മറ്റ് ദേവത ആരാധനയിൽ നിന്നുള്ള വ്യത്യാസവും ഇത് തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ പ്രതീകമായിട്ട് 2 തുമ്പുകളുള്ള ഒരു ഭാണ്ഡം ശിരസിൽ കയറ്റി വെച്ചുകൊണ്ട് അയ്യപ്പ ദർശനത്തിന് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രസിദ്ധമായിരിക്കുന്ന ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ സർവ്വവിധമായിരിക്കുന്ന കർമ്മങ്ങളുടെയും ഫലമായിരിക്കുന്ന പുണ്യ പാപങ്ങളെ ഞാൻ എന്താ പറയാ 2 കെട്ടുകളാക്കി ഫലചിന്തയെ ത്യജിക്കുന്ന സ്ഥാനമായിരിക്കുന്ന ശിരസിൽ വെച്ചുകൊണ്ട് ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നവനായിരിക്കുന്ന പരബ്രഹ്മത്തിന്റെ സമക്ഷം എത്തുകയാണ്. ഈ സന്ദേശമാണ് ഇരുമുടിക്കെട്ട് തലയിലേറ്റി ശരണം വിളിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തന്മാര് മല ചവിട്ടുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈശ്വര പ്രാപ്തിക്കായി ഋഷീശ്വരന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള ജ്ഞാനയോഗം, ഭക്തിയോഗം, സന്യാസയോഗം, ധ്യാനയോഗം, തപോയോഗം എന്നിവയോടൊപ്പം തന്നെ ആ ഒരു കർമ്മയോഗവും മറ്റെല്ലാത്തിലെയും പോലെ തന്നെ ശ്രീ ശബരീശ ആരാധനയിൽ സമന്വയിക്കുകയും ആ ഒരു പ്രതീകാത്മകമായിട്ട് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നത്. ഇത് ഇരുമുടിക്കെട്ടിന്റെ ചിഹ്നം ഇതാണ്. അപ്പോൾ നമുക്ക് ഋഷീശ്വരന്മാരുടെയും ആചാര്യന്മാരുടെയും വിശാലമായിരിക്കുന്ന തത്വവീക്ഷണങ്ങളിൽ നിന്ന് ആ ഒരു അയ്യപ്പ ആരാധനയില് കർമ്മയോഗം എന്നുള്ള സമർപ്പണം ഇവിടെ പൂർണ്ണമായിട്ട് വരുന്നുണ്ട്. അപ്പോ
നമ്മൾ എന്താ ശരിക്കും ഇരുമുടിക്കെട്ട് എന്തുകൊണ്ടാണ് ആവിർഭവിച്ചത്? എന്തുകൊണ്ടാണ് ഒരു ഭക്തൻ ഇരുമുടിക്കെട്ട് ആ 18 പടി ചവിട്ടുന്നത്? ഓരോ തത്വങ്ങളും നമ്മളെ ഗഹനമായിരിക്കുന്ന ചിന്തകളിലേക്കാണ് നയിക്കുന്നത് ഇല്ലേ? ശബരിമലയിലെ ഓരോ തത്വങ്ങളും ഓരോ പടി കയറുന്നത് പോലെ നമ്മുടെ ആത്മാവിന്റെ ഉയർച്ച, മൂലാധാരത്തിൽ പതിച്ചു കിടക്കുന്ന ആത്മാവിന് ഓരോ പടികൾ കയറി അവസാനം ആ ബ്രഹ്മ ഐക്യം അത് നേടുക എന്നുള്ള ആ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള പ്രയാണമാണ് ശബരിമല യാത്ര എന്നത്. അപ്പോ ഇനിയും നമുക്ക് പതിനാലാമത്തെ തത്വത്തിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അയ്യപ്പന്റെ നെയ്യഭിഷേകമാണ്. നമുക്ക് ബാക്കിയുള്ള തത്വങ്ങളെയും തീർച്ചയായിട്ടും കാണണം. ഭഗവാന്റെ ആ പൂർണ്ണമായിരിക്കുന്ന തത്വത്തെ, അയ്യപ്പൻ എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിന്റെ കാര്യകാരണ രൂപത്തെ, നമ്മുടെ കർമ്മങ്ങളെ ഇല്ലാതാക്കാൻ നമ്മൾ പൂർണ്ണമായിട്ട് ആ കർമ്മത്തിന്റെ സ്വരൂപത്തെ അറിഞ്ഞ് ആ കർമ്മത്യാഗം കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ശബരിമല ദർശനം, ഈ തത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജീവൻ എപ്പോഴാണോ ശബരിമലയിലെ പടി ചവിട്ടുന്നത്, അവന് പൂർണ്ണമായിരിക്കുന്ന ആ ബ്രഹ്മ ഐക്യം ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ശ്രമമാണ് നമ്മൾ ഈ തത്വത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രയാണം. അത് എല്ലാവരെയും പൂർണ്ണതയിൽ എത്തിക്കട്ടെ. സ്വാമി ശരണമയ്യപ്പ. ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.